ഓക്കെ, നമ്മൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കി വെക്കണം. അതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ബ്ലോക്ക് നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ബ്ലോക്ക് ആയിട്ടാണ് ഓരോ ഡിസ്കഷൻസ് ഇങ്ങനെ പോണത്. കഴിഞ്ഞ ബ്ലോക്കിൽ കാര്യമായിട്ട് നമ്മൾ ആക്സസ് കൺട്രോൾസ്, പിന്നെ ഡിജിറ്റൽ ഐഡന്റിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റിയെ കുറിച്ചാണ്. സ്വാഭാവികമായിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയില്ലല്ലോ. കാരണം ഈ ഒരു ബ്ലോക്കിൽ മൊത്തമായിട്ട് നമുക്ക് ഫുൾ വെടിച്ചിൽ വരുന്ന സാധനമാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഈ മൊബൈൽ ഫോണിൽ ആൻഡ്രോയിഡ് നമ്മൾ പറയാം അല്ലെ. ഇപ്പൊ ആൻഡ്രോയിഡ് ഫോണും ഉണ്ടാവും, ആപ്പിൾ ഫോണുകളാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, iOS എന്ന് വിളിക്കും അല്ലെ. അപ്പോൾ ഈ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രോഗ്രാം വേണം അല്ലെ. ആ പ്രോഗ്രാം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇതിൽ ആൻഡ്രോയിഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആൻഡ്രോയിഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിലുള്ള യൂട്യൂബ് അതുപോലെ തന്നെ മറ്റ് ആപ്പുകളൊക്കെ വർക്ക് ആവുന്നത്. അപ്പൊ ആൻഡ്രോയിഡിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാല് നമ്മൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബോ അല്ലെങ്കിൽ ഇതിലുള്ള മറ്റ് ആപ്പുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇനിയിപ്പോ iOS ആണെങ്കിലും അങ്ങനെ തന്നെ. ഓക്കെ, അപ്പൊ iOS ആണെങ്കിൽ iOSന്റെ അഥവാ ആപ്പിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിനുള്ളിലുള്ള മറ്റ് ആപ്പുകൾ എന്ത് ചെയ്യാൻ കഴിയില്ല, യൂസ് ചെയ്യാൻ കഴിയില്ല എന്ന്. അപ്പൊ ഈ മൊബൈൽ പ്രവർത്തിക്കുന്നത് തന്നെ എന്താണ്, ഈ ആൻഡ്രോയിഡ് ബേസ് ചെയ്താണ്. ഓക്കെ, അപ്പൊ ഈ ആൻഡ്രോയിഡ് അതുപോലെ തന്നെ iOS പോലത്തെ സിസ്റ്റങ്ങളാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുക. സിമ്പിൾ ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി കമ്പ്യൂട്ടറിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നോർമലി കാണുന്ന ഒരു സാധനമാണ് വിൻഡോസ്. നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനം വിൻഡോസ്. ഇപ്പൊ നിലവിൽ വിൻഡോസ് 11 വരെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇനി മാക്കിലേക്ക് പോകണ സമയത്ത് അവിടെ ഉള്ളത് മാക് OS. പിന്നെ ലിനക്സ് ഉണ്ട്. ലിനക്സ് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ SCRT കേരള സിലബസ് ഒക്കെയാണ് പഠിച്ചെങ്കിൽ ലിനക്സിലേക്ക് അധികം സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കിൽ സിലബസിലേക്ക് വന്നിട്ടുണ്ടാവും ലിനക്സ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. OS എന്നാണ് നമ്മൾ ഇതിനെ ഷോർട്ട് ആക്കി പറയാറുള്ളത്, OS. അപ്പൊ ഇനി വരാൻ പോകുന്ന പാഠഭാഗങ്ങളിലൊക്കെ ഞാൻ OS എന്നേ പറയുള്ളൂ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ഞാൻ എന്ത് ചെയ്യൂല, ഫുൾ നെയിമിൽ പറയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന്. അപ്പോ ഇത്തരം സാധനങ്ങളാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ബാക്കി സോഫ്റ്റ്വെയറുകളൊന്നും റൺ ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വിൻഡോസിന്റെ കേസിൽ വരുവാണെങ്കിൽ വിൻഡോസ് ഒരു കമ്പ്യൂട്ടറിൽ പ്രോപ്പർ ആയിട്ട് റണ്ണിങ് ആയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഉള്ളൂ, അതിൽ ഈ പറയുന്ന ഫോട്ടോഷോപ്പ്, മൈക്രോസോഫ്റ്റ് വേർഡ് ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഒരാളുടെ ലാപ്ടോപ്പിലെ വിൻഡോസ് തന്നെ എന്താണ്, പ്രശ്നമാണ്. ആ വിൻഡോസ് തന്നെ ഓൺ ആവുന്നില്ല, വിൻഡോസിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നമുക്ക് എന്ത് കഴിയില്ല, ആ ലാപ്ടോപ്പിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാനോ മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും ഡോക്യുമെന്റ് തയ്യാറാക്കാനോ ഒന്നിനും കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന പ്രോഗ്രാമുകളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകളും ഒക്കെ വർക്ക് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അവരുടെ എന്ത് ബേസ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന പ്രോഗ്രാമുകളൊക്കെ റൺ ആവുന്നത്. അപ്പൊ ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ സെക്യൂർ അല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ആപ്പുകൾ സെക്യൂർ അല്ല എന്നല്ല അർത്ഥം അല്ലേ. സിമ്പിൾ ലോജിക് അല്ലത്. ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ സെക്യൂർ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആപ്പുകൾ അത്ര തന്നെ സെക്യൂർ അല്ല എന്നല്ല അർത്ഥം. അപ്പോ നമ്മളിപ്പോ മുമ്പത്തെ ചാപ്റ്ററുകളിലൊക്കെ കാര്യമായിട്ട് പഠിച്ചത് മറ്റ് ആപ്പുകൾ എങ്ങനെ സെക്യൂർ ആക്കുക എന്നാണ്. ജിമെയിൽ, യൂട്യൂബ് പോലത്തെ ആപ്പുകളൊക്കെ എങ്ങനെ സെക്യൂർ ആവാന്നുള്ളതാണ്. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ആപ്പുകളൊക്കെ നിലകൊള്ളുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്റ്റേജിന്റെ മുകളിലാണ് ഇവർ നിന്നൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സ്റ്റേജ് തന്നെ എങ്ങനെ സെക്യൂർ ചെയ്യാം. കാരണം നമ്മൾ ഇവിടെ സെക്യൂർ ചെയ്യുന്നതിനേക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ത്, ഇത് സെക്യൂർ ചെയ്യൽ. കാരണം ഈ സ്റ്റേജ് നമ്മൾ സെക്യൂർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് സിമ്പിൾ ആയിട്ട് അഥവാ അടിത്തറ തന്നെ സെക്യൂർ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സിമ്പിൾ ആയിട്ട് ഈ പ്രോഗ്രാമിലേക്ക് കയറാലോ. പ്രോഗ്രാമിന്റെ സെക്യൂരിറ്റി വേറെ, അതിന് പുറമെ ഈ സ്റ്റേജ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സെക്യൂരിറ്റി ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ആ സെക്യൂരിറ്റി നമുക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരാം, അതിനു വേണ്ടി എന്തെല്ലാം ഫീച്ചറുകൾ നോർമലി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഉണ്ട് എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കാര്യമായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, വളരെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ
ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വിൻഡോസ്, മാക് OS അതുപോലെ തന്നെ ലിനക്സ് പോലത്തെ സാധനങ്ങളെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS എന്ന് വിളിക്കാറുള്ളത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറുകളിലെ ഓരോ ആപ്പുകളും ഓരോ സോഫ്റ്റ്വെയറുകളും അതുപോലെ തന്നെ ഓരോ പ്രോഗ്രാമുകളും എന്താവുന്നത്, റൺ ആവുന്നത്. അപ്പൊ ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ കമ്പ്യൂട്ടർ ഉപയോഗിക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ ഒരു ബേസിക് ഐഡിയ വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോ അതാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും OS സെക്യൂരിറ്റി? അതാണ് നമുക്കിവിടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അല്ലെ. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റിയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. പോളിസീസ് ആൻഡ് മെക്കാനിസംസ് ഇൻസൈഡ് ദ OS ദാറ്റ് പ്രൊട്ടക്ട് സിസ്റ്റം റിസോഴ്സസ് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് മിസ്യൂസ്. അപ്പോ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഒരു OSന്റെ ഉള്ളിലുള്ള റിസോഴ്സുകൾ അഥവാ നമ്മുടെ ഡാറ്റകൾ, ഈ ഡാറ്റകളെ അൺഓതറൈസ്ഡ് ആക്സസിൽ നിന്നും അതുപോലെ തന്നെ മിസ്യൂസിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സെക്യൂരിറ്റി പോളിസീസ് അതുപോലെ തന്നെ സെക്യൂരിറ്റി മെക്കാനിസംസ്, അതിനെയാണ് നമ്മൾ OS സെക്യൂരിറ്റി എന്ന് ചെയ്യാം വിളിക്കുക. ഓക്കെ, ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ബാക്കി നമ്മൾ ഉദാഹരണങ്ങളിലൂടെ പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒന്നുകൂടി വ്യക്തമായിട്ട് എന്ത് ചെയ്യും, മനസ്സിലാവുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് OS സെക്യൂരിറ്റി. എന്തുകൊണ്ടാണ് OS സെക്യൂരിറ്റി ഇമ്പോർട്ടന്റ് ആവുന്നത്? എന്തുകൊണ്ടാണ്? ഇഫ് ദ OS ഈസ് കോംപ്രമൈസ്, ഇനി OSന്റെ സെക്യൂരിറ്റി എങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഒരു കോംപ്രമൈസ് നടത്തി കഴിഞ്ഞാൽ, സെക്യൂരിറ്റി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, ഡാറ്റ ക്യാൻ ബി സ്റ്റോളൻ. കാരണം നമ്മുടെ ഡിവൈസിലുള്ള ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എവിടെയാണ്? ഈ OSലാണ് അല്ലെ. വിൻഡോസിന്റെ ഉള്ളിലല്ലേ നമ്മളെ ഫയലുകളും ഫോൾഡറുകളും എല്ലാം നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഈ വിൻഡോസ് തന്നെ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ കാട്ടുക, നമ്മള് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ മാൽവെയർ ക്യാൻ ടേക്ക് കൺട്രോൾ. മാൽവെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം അല്ലെ. മാൽവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചിരുന്നു അല്ലെ. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റകൾ ഹാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകളെയാണ് നമ്മൾ മാൽവെയർ എന്ന് വിളിക്കുക. അഥവാ ഇപ്പോൾ ഉദാഹരണത്തിന് പറയണെങ്കിൽ ഫോട്ടോഷോപ്പ് എന്താണ്, ഒരു പ്രോഗ്രാമാണ്. പക്ഷെ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റ ഹാക്ക് ചെയ്യാനല്ല, മറിച്ച് ഒരു ഡിസൈൻ പേർപ്പസിനാണ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോഗ്രാം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഈ മാൽവെയർ പോലത്തെ പ്രോഗ്രാമുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് തന്നെ എന്തിനാണ്? നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റകൾ എന്ത് ചെയ്യാനാണ്? ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരം അങ്ങനെ ഹാക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ മാൽവെയർ എന്ന് എന്ത് ചെയ്യുക, വിളിക്കുക. ഓക്കെ, അത്തരത്തിലുള്ള മാൽവെയറുകൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കൺട്രോൾ എന്ത് ചെയ്യും, ഏറ്റെടുക്കുന്നതാണ്. അഥവാ നമ്മുടെ കൺട്രോളിലല്ലേക്കും പിന്നെ കമ്പ്യൂട്ടർ ഉണ്ടാവുക. ഇത്തരം മാൽവെയറുകൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ആധിപത്യം ഏറ്റെടുക്കുകയും പിന്നെ അവർ തീരുമാനിക്കുന്നിടത്തേക്കും കമ്പ്യൂട്ടർ എന്ത് ചെയ്യാൻ പോവുക. കാരണം ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുക, നമ്മൾ OS സെക്യൂരിറ്റി കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ OS സെക്യൂർ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, അതിനുള്ളിലുള്ള മാൽവെയറുകൾ വന്നിട്ട് നമ്മളെ കമ്പ്യൂട്ടറിന്റെ കൺട്രോൾ എന്ത് ചെയ്യും, അവർ കൊണ്ടുപോകും. നമ്മുടെ കൺട്രോൾ എന്ത് ചെയ്യും, പുറത്ത് പോവുകയും ചെയ്യും. ഇനി എന്താണ് സിസ്റ്റം മേ ക്രാഷ് ഓർ ഷട്ട് ഡൗൺ. മൂന്നാമതൊരു പ്രശ്നം എന്താണ്, സിസ്റ്റം തന്നെ എന്ത് ചെയ്യാം, ക്രാഷ് ആയി പോകാം. ഇപ്പൊ നിങ്ങൾ തന്നെ ചില സമയത്ത് കണ്ടിട്ടുണ്ടാവും, ചില ആപ്പ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണ സമയത്ത് നമ്മളെ മൊബൈൽ എന്ത് ചെയ്യും, ഇടക്കിടക്ക് ഇങ്ങനെ സ്വിച്ച് ഓൺ ഒക്കെ ആയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ആ ആൻഡ്രോയിഡ് അവിടെ ക്രാഷ് ആയി. അഥവാ ആൻഡ്രോയിഡിന്റെ പ്രോഗ്രാമിൽ കയറി എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവര് കളിക്കുന്നുണ്ടാവും ഈ ഹാക്കേഴ്സ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മളെ ആൻഡ്രോയിഡ് തന്നെ ക്രാഷ് ആയിട്ടാണ് അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഷട്ട് ഡൗൺ ആവും, ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഓൺ ആവും, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. കാരണം ഈ OS കൃത്യമായിട്ട് നമ്മൾ സെക്യൂർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്രാഷും ഷട്ട് ഡൗണൊക്കെ എന്ത് ചെയ്യാം, സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പോ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ OS സെക്യൂരിറ്റി ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ OS സെക്യൂർഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ OSന്റെ ഉള്ളിലാണല്ലോ നമ്മൾ ഈ പറയപ്പെട്ട എല്ലാ പണിയും ചെയ്തു വെക്കുന്നത്. ആ പണി മൊത്തം എന്ത് ചെയ്യും, എല്ലാത്തിനും ഭീഷണിയായിട്ട്, എല്ലാത്തിനും ഒരു ചലഞ്ചായിട്ട് ഇത് മാറുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടും OS സെക്യൂർ ആക്കി വെക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ OS ആണ് അടിത്തറ. ഈ OSന്റെ മുകളിൽ നിന്നാണ് നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാ ആപ്പുകളും എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോ ഈ ആപ്പുകളുടെ സെക്യൂരിറ്റിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യണം. അതിന് പുറമെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അടിത്തറ തന്നെ സംരക്ഷിക്കുക എന്നുള്ളത്. അതാണ് OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വിൻഡോസ് ഒരു OS ആണ്.
അപ്പൊ ഈ വിൻഡോസിനെ എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലുള്ള മറ്റൊരു സംഭവമാണ് OS സെക്യൂരിറ്റി എൻഷുവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു CIA ട്രയാഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യ ചാപ്റ്ററിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇത് OSന്റെ കേസിൽ എങ്ങനെ വർക്ക്ഔട്ട് ആവുന്നു ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുള്ളൂ ചർച്ച ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് CIA ട്രയാഡ് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. CIA ട്രയാഡ് എന്ന് എന്തായിരുന്നു? ഒരു ഇൻഫർമേഷൻ സെക്യൂർ ആണോ അല്ലേ നമ്മൾ തീരുമാനിക്കല് ഈ CIA ട്രയാഡ് വെച്ചിട്ടാണ് അല്ലേ? കാരണം ഒരു ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ എന്ത് ചെയ്തിട്ടില്ല ഡാറ്റ ഈസ് നോട്ട് എക്സ്പോസ്ഡ്, അതിന്റെ ഡാറ്റ എന്ത് ചെയ്തിട്ടില്ല പുറത്തേക്ക് ലീക്ക് ആയി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഡാറ്റ സെക്യൂർഡ് ആണ് അല്ലെ? അപ്പൊ അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി ഉറപ്പുവരുത്തണം ആ ഡാറ്റയുടെ. അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി അല്ലെ, ഇന്റഗ്രിറ്റി എന്താണ്? ഡാറ്റ ഈസ് നോട്ട് ആൾട്ടേഡ്, നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റകൾ ഒന്നും തന്നെ എന്ത് ചെയ്തില്ല മാറ്റങ്ങൾക്ക് വിധേയമായിട്ടില്ല. ഓക്കെ, എങ്കിൽ അത് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മുടെ ഡാറ്റ സെക്യൂർഡ് ആണ്. അപ്പൊ നമ്മൾ ഇന്റഗ്രിറ്റി എന്ത് ചെയ്തു ഉറപ്പുവരുത്തി. ഇനി അവൈലബിലിറ്റി എന്താണത്? സിസ്റ്റം റിമെയിൻസ് യൂസബിൾ, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഡാറ്റ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡിലീറ്റ് ചെയ്യാനോ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും അവൈലബിൾ ആണ് ഡാറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് യൂസബിൾ ആണ് ഡാറ്റ. ഇനി നമുക്ക് ചില സമയങ്ങളിൽ എന്ത് ചെയ്യും ഈ വിൻഡോസ് ഒക്കെ ക്രാഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് യൂസബിൾ അല്ലാത്ത അവസ്ഥയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലോ അല്ലെ ഫോട്ടോഷോപ്പ് ഒന്നും ഓപ്പൺ ആക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും മാറും. അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് അൺഅവൈലബിലിറ്റി ആയി. അൺഅവൈലബിലിറ്റി ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും അത് നമ്മുടെ ഈ CIA ട്രയാഡിന് എതിരാണ്, അഥവാ ഡാറ്റ സെക്യൂർ അല്ല എന്നർത്ഥം. അപ്പൊ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഡാറ്റ സെക്യൂർ ആണെന്ന് നമ്മൾ പറയുള്ളൂ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോ ഈ OSന്റെ കാര്യത്തിൽ നമ്മൾ ഇത് തന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അഥവാ ഈ 3 കാര്യങ്ങളും OSൽ ഉണ്ടോ ഇല്ലയോ, കാരണം ഈ 3 കാര്യങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ത് ഈ OS സെക്യൂർ ആണ് അല്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഡാറ്റ സെക്യൂർ അല്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതും എന്ത് ചെയ്യുക ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മുടെ അടുത്ത ഒരു കോൺസെപ്റ്റ് പറഞ്ഞാല് ഇനി കുറച്ച് ടേംസുകൾ അതുപോലെ തന്നെ കുറച്ച് ഫീച്ചറുകൾ ഒക്കെ പരിചയപ്പെടാൻ എന്നുള്ളതാണ്. നമ്മൾ ഈ OSന്റെ ഉള്ളിലുള്ള കുറച്ച് ഫീച്ചറുകൾ കുറച്ച് ടേംസുകൾ ഇതൊക്കെ പരിചയപ്പെടാൻ എന്നുള്ളതാണ്. അപ്പോ OSന്റെ ഉള്ളിലുള്ള അഥവാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിലുള്ള ഒരു സംഭവമാണ് ഒതന്റിക്കേഷനും അതുപോലെ തന്നെ ഓതറൈസേഷനും. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് രണ്ടും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, ഹൂ യു ആർ, ആരാണ് നിങ്ങൾ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ് ഒതന്റിക്കേഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുക, ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യും ഒരു പാസ്വേഡോ അല്ലെങ്കിൽ ഒരു ഫിംഗർ പ്രിന്റോ വെച്ചിട്ടാണ് നമ്മളൊരു കമ്പ്യൂട്ടർ എന്ത് ചെയ്യുക ലോഗിൻ ചെയ്യുക. ഇത് നോർമലി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നിങ്ങൾ ലാബിലൊക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡ് അടിച്ച് എന്ത് ചെയ്യും ആ കമ്പ്യൂട്ടറിലേക്ക് കയറും. അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ ലാപ്ടോപ്പിൽ ഫിംഗർ പ്രിന്റ് ഒക്കെ യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എന്ത് ചെയ്യും നിങ്ങൾ ആ ലാപ്ടോപ്പ് ലോഗിൻ ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാണ് വെരിഫൈസ് ഐഡന്റിറ്റി, നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നത്, ഹു യു ആർ, നിങ്ങൾ ആരാണെന്ന് അല്ലെ. ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും ഒരു അഡ്മിൻ വിൻഡോ ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റുഡൻസിന് യൂസ് ചെയ്യാൻ വേറൊരു വിൻഡോ ഉണ്ടാവും. അങ്ങനെ പല പല വിൻഡോകൾ ഉണ്ടാവും. ഈ പല പല വിൻഡോകൾക്കും നമ്മൾ പല പല പാസ്വേഡ് ആയിരിക്കും ഉണ്ടാവുക ഇട്ട് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് വിൻഡോ ആണ് നമ്മൾ ലോഗിൻ ചെയ്യണമെങ്കിൽ അതിനർത്ഥം എന്താണ് നമ്മൾ സ്റ്റുഡന്റ് ആണ്, നമ്മൾ അവിടെ എന്ത് ചെയ്യാണ് വെരിഫൈ ചെയ്യാണ് അല്ലെ. കാരണം നമ്മളൊരു സ്റ്റാഫ് ആണെങ്കിൽ മാത്രമേ സ്റ്റാഫിന്റെ വിൻഡോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾ ആരാണെന്ന് എന്ത് ചെയ്യുന്നത് ആ വെരിഫൈ ചെയ്യുന്ന നമ്മുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് ഒതന്റിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. ഓക്കെ, ആ പരിപാടിന്റെ പേരെന്താണ് എന്ത് ചെയ്യുക പഠിക്കാന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മള് മൊബൈൽ അൺലോക്ക് ചെയ്യണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും പാസ്വേഡ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യും. ആ അൺലോക്ക് ചെയ്യുന്ന പരിപാടി എന്താണ് ഒതന്റിക്കേഷൻ ആണ്. കാരണം ഇത് നമ്മൾ തന്നെയാണ് ഈ മൊബൈൽ അൺലോക്ക് ചെയ്യുന്നുള്ള ഒരു ഒതന്റിക്കേഷൻ ആണത്. കാരണം നമ്മൾ ഇത് ഏത് കേസിലെ വർക്ക് ആവുള്ളൂ, നമ്മൾ നമ്മളെ പാസ്വേഡ് വേറെ ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. മറ്റേത് ദുനിയാവിലെ എല്ലാ ആൾക്കും നമ്മളെ മൊബൈലിന്റെ പാസ്വേഡ് അറിയുന്നുണ്ടെങ്കിൽ ഈ ഒതന്റിക്കേഷൻ ഒരു പ്രാധാന്യമില്ല. കാരണം അത് സെക്യൂരിറ്റി അല്ലല്ലോ. ഓക്കെ, സെക്യൂരിറ്റി തന്നെ എപ്പോഴാണ് വർക്ക് ആവണത്, നമ്മൾ അതിനെ റിസ്ട്രിക്ട് ചെയ്യുമ്പോഴല്ലേ സെക്യൂരിറ്റി വർക്ക് ആവണത്. എല്ലാവർക്കും പാടെ തുറന്നു കൊടുത്ത ഒരു ക്യാമ്പസ് അതിനുള്ളിൽ സെക്യൂർ ആണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. അതേപോലെ തന്നെയാണ് എല്ലാവർക്കും പാടെ തുറന്നു കൊടുത്ത ഒരു മൊബൈൽ എങ്ങനെ സെക്യൂർ ആണ് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, സിമ്പിൾ ലോജിക്. ഓക്കെ, അപ്പൊ അതാണ് ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി അതിന്റെ ഓതറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, വാട്ട് യു ക്യാൻ ഡു, നിങ്ങൾക്ക് എന്തെല്ലാം ഇതിനുള്ളിൽ ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ലാബിൽ ഒരു സിസ്റ്റം ആണ് പറയുന്നത്. കമ്പ്യൂട്ടർ ലാബില് ഒരു സ്റ്റുഡന്റിന് അഥവാ നമ്മൾ പറഞ്ഞല്ലോ അഡ്മിൻ വിൻഡോ ഉണ്ടാവും സ്റ്റുഡന്റ് വിൻഡോ ഉണ്ടാവും.
അപ്പൊ സ്റ്റുഡന്റ് വിൻഡോയില് അവൻ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ജസ്റ്റ് ആപ്പുകൾ യൂസ് ചെയ്യാനേ കഴിയുള്ളൂ അല്ലെ. ഇപ്പൊ ഫോട്ടോഷോപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ വേർഡ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വേർഡ് ഉപയോഗിക്കാൻ കഴിയും. അതല്ലാണ്ട് പുതിയൊരു സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാല് അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ എന്തിലില്ല, നമ്മളെ സ്റ്റുഡന്റ് വിൻഡോയിൽ ഉണ്ടായിരിക്കില്ല. കാരണം അത് അഡ്മിൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന് റിസ്ട്രിക്ഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ഗെയിം എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനോ ഒന്നും സ്റ്റുഡൻസിന് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. നോർമലി നമ്മുടെ ലാബിലൊക്കെ അങ്ങനെയാണ് സെറ്റ് ചെയ്യാറുള്ളത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് വേണ്ട സോഫ്റ്റ്വെയറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ആകെ എന്ത് ചെയ്യും, നമ്മളെ ലാബിലുള്ള കമ്പ്യൂട്ടറുകളൊക്കെ താറുമാറാക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പെർമിഷൻ എന്ത് ചെയ്യുന്നത്, റെസ്ട്രിക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് വാട്ട് യു ക്യാൻ ഡു എന്നുള്ള സാധനത്തെ നമ്മൾ റിസ്ട്രിക്ട് ചെയ്യുന്നത് അല്ലെ, അഥവാ ഡിറ്റർമൈൻസ് പെർമിറ്റഡ് ആക്ഷൻസ്. ഈ ഒരു അക്കൗണ്ടിന്റെ ഉള്ളിൽ കയറി എന്തെല്ലാം ആക്ഷൻസ് ചെയ്യാൻ നമുക്ക് പെർമിറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നോർമലി ഇപ്പൊ ഞാൻ നേരത്തെ പോലെ സ്റ്റുഡന്റ് അക്കൗണ്ടിലാണ് നമ്മൾ കയറണമെങ്കിൽ നമുക്ക് എന്തില്ല, ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിറ്റ് ഇല്ല. സ്വാഭാവികമായിട്ടും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല. പക്ഷെ അതേസമയം നമ്മൾ അഡ്മിൻ വിൻഡോയിൽ പോകണമെങ്കിൽ അഡ്മിൻ എന്തുണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാനും കഴിയും, ഒരു സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ഒതന്റിക്കേഷൻ. നമുക്ക് ഇതിന്റെ ഉള്ളിൽ, ഈ ഒരു അക്കൗണ്ടിന്റെ ഉള്ളിൽ കയറി എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള സാധനത്തിന് തീരുമാനിക്കുന്ന സംഭവമാണത് ഓതറൈസേഷൻ. ഓക്കെ, രണ്ട് ടേമുകൾ പരിചയപ്പെടാന്നുള്ളൂ. ഓക്കെ, അത് രണ്ടിന്റെ ഉദാഹരണങ്ങൾ വെച്ച് മനസ്സിലാക്കി വെക്കണ്ടോ. നമ്മൾ ഈ പറയുന്ന എല്ലാ സംഭവത്തിനെയും നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്, ആ ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ടേം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് മനസ്സിലാക്കുക. പിന്നെ അതിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ, അഥവാ കമ്പ്യൂട്ടർ കേസിൽ നമ്മൾ ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആക്കുന്നത്. ഇപ്പോൾ ഒതന്റിക്കേഷൻ ആണെങ്കിൽ നമ്മളാണെന്ന് ഒതന്റിക്കേറ്റ് ചെയ്യുന്നത്. ഒതന്റിക്കേഷനെ കുറിച്ച് ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ പഠിച്ചാണല്ലോ അല്ലെ. അപ്പോൾ നമ്മൾ തന്നെയാണ് ഒതന്റിക്കേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്, ഒന്നുകിൽ പാസ്വേഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യും, ഒതന്റിക്കേറ്റ് ചെയ്യും. ഇനി ഈ അക്കൗണ്ടിൽ കയറി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പെർമിറ്റ് ഉണ്ട്, സമ്മതമുണ്ട് എന്നുള്ള സംഭവം തീരുമാനിക്കുന്നുണ്ട് ഓതറൈസേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതും മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ആക്സസ് കൺട്രോൾ ആൻഡ് പ്രോസസ് ഐസൊലേഷൻ. ഓക്കെ, ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചാണ് ഡീറ്റെയിൽ ആണ്, ഒന്നുകൂടി വായിച്ചു നോക്കാം നമുക്ക്. റിസ്ട്രിക്ട്സ് ആക്സസ് ടു ഫയൽ ഡിവൈസസ് ആൻഡ് സെറ്റിംഗ്സ് അല്ലെ, അഥവാ ചില ഫയലുകളിലെ ആക്സസ് അത് ഉപയോഗിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസ്ട്രിക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ചില ഡിവൈസുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസ്ട്രിക്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ ആക്സസ് കൺട്രോൾ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ചില സെറ്റിംഗ്സ്, ക്യാമറ ഓൺ ആക്കുന്ന സെറ്റിംഗ്സ്, അത് നമ്മൾ എന്ത് ചെയ്യും, ചില ആപ്പുകൾക്ക് റിസ്ട്രിക്ട് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ആക്സുകൾ അഥവാ ചില വസ്തുക്കളുടെ ഉപയോഗത്തെ കൺട്രോൾ ചെയ്യുന്ന പരിപാടിക്ക് നമ്മൾ എന്ത് പറയാ, ആക്സസ് കൺട്രോൾ എന്ന് നമ്മൾ പറയാൻ പഠിച്ചിരുന്നു. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഓൺലി അഡ്മിൻ ക്യാൻ ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ. അപ്പോൾ സ്റ്റുഡന്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയില്ല, അഡ്മിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ നോർമൽ സ്റ്റുഡന്റിന്റെ ആക്സസിനെ, ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആക്സസിനെ നമ്മൾ എന്ത് ചെയ്തതാണ്, അവിടെ കൺട്രോൾ ചെയ്തതാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രോസസ്. ഇതൊക്കെ ഓരോ ടേം ഇങ്ങനെ പരിചയപ്പെട്ട് പോകാന്നുള്ളൂ കേട്ടോ. ഓക്കെ, OS സെക്യൂരിറ്റി അഥവാ ഒരു OS സെക്യൂർ ആയി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം പരിപാടികൾ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ വേറൊരാൾ ഉപയോഗിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒതന്റിക്കേഷൻ തന്നെ സംഭവം ഉപയോഗിക്കുന്നു. അപ്പൊ ഒതന്റിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് അറിയാണ്ട് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമ്മളെ കമ്പ്യൂട്ടർ അൺലോക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുപോലെ തന്നെ ഇനി അൺലോക്ക് ചെയ്ത് ഉള്ളിൽ കയറിയാൽ തന്നെ അയാൾക്ക് തോന്നുന്ന പോലെ എഡിറ്റിംഗ്സ് ഒന്നും വരുത്താൻ കഴിയില്ല. കാരണം നമ്മൾ പെർമിഷൻ കൊടുത്താൽ മാത്രമേ എന്തെങ്കിലും അയാൾക്ക് എഡിറ്റിംഗ് വരുത്താൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ നമ്മൾ പഠിച്ചു പോകണം. അഥവാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സെക്യൂർ ആയി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഫീച്ചറുകൾ നമ്മൾ നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കമ്പ്യൂട്ടറിനുള്ളിൽ ഉപയോഗിച്ച് പോരുന്നുണ്ട്. അതിങ്ങനെ ഓരോരോ ടേംസിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, പരിചയപ്പെട്ട് പോരാണ് കേട്ടോ. ഓക്കെ, അത് ആദ്യം മൈൻഡിൽ കയറ്റി വെക്കണം. അല്ലെങ്കിൽ ഇത് എന്താണ്, ഇത് പാഠമായി ഒരു ബന്ധവും ഇല്ലല്ലോ എന്ന് ആലോചിക്കരുത്. കാരണം ഇതാണ് ബന്ധം. ഓക്കെ, കാരണം നമ്മളെ ഈ OS സെക്യൂർ ആക്കി വെക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് പോളിസികൾ ഇങ്ങനെ പരിചയപ്പെട്ടു പോവാണ്. ഇനി അടുത്തത് പ്രോസസ് ഐസൊലേഷൻ ആണ്. അഥവാ പ്രിവെന്റ്സ് വൺ പ്രോസസ് ഫ്രം അഫക്റ്റിംഗ് അതേഴ്സ്. അഥവാ ഒരു പ്രോസസ്സ് മറ്റ് പ്രോസസ്സുകളിലെ അഫക്ട് ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിവെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൺ ആപ്പ് ക്രാഷ് ഷുഡ് നോട്ട് ക്രാഷ് ദ OS. ഒരു ആപ്പ് ക്രാഷ് ആയി കഴിഞ്ഞാൽ, ഇപ്പൊ അതിന് ഫോട്ടോഷോപ്പ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ ഫോട്ടോഷോപ്പ് എന്ത് ചെയ്തു, ക്രാഷ് ആയി എന്ന് പറഞ്ഞാൽ ഡാമേജ് ആവാൻ നടത്തും. അഥവാ ചില സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇങ്ങനെ ഓപ്പൺ ആയി ഓഫ് ആയി അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ മാറുമല്ലോ. അപ്പോൾ നമ്മൾ ക്രാഷ് ആവാന്ന് പറയാം. അപ്പൊ അങ്ങനെ ക്രാഷ് ആയി കഴിഞ്ഞാല് അത് മൊത്തം OSന് എന്ത് ചെയ്യാൻ പാടില്ല, ആ ക്രാഷ് ബാധിക്കാൻ പാടില്ല. അത് ആ ആപ്പിനെ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബാധിക്കാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുള്ളത്. അഥവാ
ഒരു ആപ്പ് ക്രാഷ് ആയി എന്ന് വെച്ചിട്ട് മൊത്തം വിൻഡോസ് ക്രാഷ് ആയി എന്ന് അർത്ഥമില്ല. ആ ആപ്പ് മാത്രമേ ക്രാഷ് ആയി ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ക്രാഷ് എന്നുള്ള ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തു, അഥവാ അത് ആ ആപ്പിന്റെ മാത്രം പ്രശ്നമാക്കി നമ്മൾ മാറ്റി. ആ പ്രശ്നത്തെ നമ്മൾ മൊത്തം എൻറ്റയർ OSലേക്ക് എന്തില്ല കൊണ്ടുവന്നില്ല. നോർമലി ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകാറുള്ളത്. മറ്റേത് ഒരു ആപ്പ് ക്രാഷ് ആയി കഴിഞ്ഞാൽ ആ ക്രാഷ് OSനെയും ബാധിച്ചു കഴിഞ്ഞാൽ മൊത്തം എൻറ്റയർ സിസ്റ്റത്തിന്റെ വർക്കിങ്ങിനെ തന്നെ ബാധിക്കും. അപ്പൊ അങ്ങനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് അങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടെന്ന് പഠിക്കാനേ ഉള്ളൂ. ഓക്കെ, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആ ഒരു സംഭവത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രോസസ് ഐസൊലേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ്, ഓഡിറ്റിംഗ്, അക്കൗണ്ടബിലിറ്റി ആൻഡ് നൺ റെപ്യൂട്ടേഷൻ. അപ്പൊ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്കറിയാം, ഓഡിറ്റിംഗ്, ലോഗിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നമ്മള് പണ്ടൊക്കെ കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ലോഗ് ബുക്ക് ഉണ്ടാവും. ലോഗ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കപ്പൽ ഓരോ തുറമുഖത്ത് എത്തുന്നത്, അതുപോലെ തന്നെ ഓരോ സ്ഥലത്തെത്തുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഈ ലോഗ് ബുക്കിലാണ് മാർക്ക് ചെയ്യുക. കപ്പൽ ഇന്ന സമയത്ത് ഇന്ന തുറമുഖത്തെത്തി, ഇന്തെല്ലാം സാധനങ്ങൾ എന്ത് ചെയ്തു അവിടെ ഇറക്കുമതി ചെയ്തു, ഇന്തെല്ലാം സാധനങ്ങൾ അവിടെ കയറ്റുമതി ചെയ്തു, എല്ലാം എഴുതി വെക്കുന്ന ഒരു റെക്കോർഡ് ബുക്കാണ് ലോഗ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോ ഇതേ ഒരു സംഭവമാണ് ഈ ഓഡിറ്റിംഗ്, ലോഗിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിനുള്ളിൽ നടക്കുന്നത്. അഥവാ നമ്മളെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവരി ആക്ഷൻസ്, എല്ലാ പ്രവർത്തനങ്ങളും അതിന്റെ ഒരു റെക്കോർഡിംഗ് എന്ത് ചെയ്യും നടക്കുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യാണ്, സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു റെക്കോർഡ് എന്ത് ചെയ്യുന്നുണ്ട് എന്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ ഏത് സമയത്താണ് ഇന്ന് കമ്പ്യൂട്ടർ എന്ത് ചെയ്ത് ലോഗിൻ ചെയ്തത്, ഏത് സമയത്താണ് ഈ ക്ലിപ്ചാം എന്ന് പറഞ്ഞ ഈ റെക്കോർഡിംഗ് ആപ്പ് ഓൺ ആക്കിയത്, ഇതെല്ലാം ഈ ലോഗ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, എഴുതപ്പെട്ടിട്ടുണ്ടാവും. ഏത് സമയത്ത് എന്തെല്ലാം ഫീച്ചർ ഞാൻ ആ ആപ്പിന്റെ യൂസ് ചെയ്തു, എല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ എഴുതപ്പെട്ട് സൂക്ഷിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ലെഡ്ജർ, ഒരു ഡിജിറ്റൽ ലെഡ്ജർ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓഡിറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ബോർഡ് നോക്കുക, ഓഡിറ്റിംഗ്. ഈ ഓഡിറ്റിംഗ് റെക്കോർഡ്സ് എന്തിനൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ലോഗിൻ അറ്റംപ്റ്റ്, അഥവാ നമ്മൾ എപ്പോഴാണ് ഈ കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്തത്, ഈ ലോഗിൻ ചെയ്ത സമയത്ത് നമ്മൾ എത്ര വട്ടം പാസ്വേഡ് എന്ത് ചെയ്തു, തെറ്റായിട്ട് അടിച്ചു, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫയൽ ആക്സസ്, നമ്മൾ എന്തെല്ലാം ഫയലുകൾ ആക്സസ് ചെയ്തു, ഏതെല്ലാം ഫോൾഡറുകൾ ഓപ്പൺ ആക്കി, എന്തെല്ലാം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചു, എന്തെല്ലാം മാറ്റങ്ങൾ അതിൽ വരുത്തി, എല്ലാം ഈ ഓഡിറ്റ് റെക്കോർഡ് എന്തുണ്ടാവും, സേവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഓഡിറ്റ് റെക്കോർഡ് ഇങ്ങനെ ഉള്ളതിന്റെ ഒരു ഗുണം എന്താ വെച്ചാല്, ഇൻ കേസ് നമ്മുടെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും തകരാറ് പറ്റി കഴിഞ്ഞാല് ആരാണ് ഇത് മാറ്റം വരുത്തിയത്, എപ്പോഴാണ് ഇത് മാറ്റം വരുത്തിയത്, എവിടെയെല്ലാമാണ് മാറ്റം വരുത്തിയത് എന്നിത്യാദി കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായിക്കൂടെ. കാരണം അതെല്ലാം ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തുണ്ടാവും, കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ഫീച്ചറും നോർമലി നമ്മുടെ OSൽ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് ആണ്, നമ്മളിങ്ങനെ ചെക്ക് ചെയ്യാത്തോണ്ട് നോക്കാത്തോണ്ട് കാണാത്തതാണ് അതൊക്കെ. ഓക്കെ, അപ്പോ ഇങ്ങനെ ഓഡിറ്റിംഗ് എന്ന ഫീച്ചറും OSൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഹാക്കിംഗ് അറ്റംപ്റ്റുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അതിനെ സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ഇതും ഒരു സെക്യൂരിറ്റി പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ OSൽ സിമ്പിൾ ആയിട്ട് നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇനി അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്നാൽ എന്താ, ആക്ഷൻസ് ട്രേസബിൾ ടു സ്പെസിഫിക് യൂസേഴ്സ്, അഥവാ ഓരോ ആക്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സ്പെസിഫിക് യൂസറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ട്രേസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാല് ഇപ്പോ ആരാണ് ഇത് ചെയ്തത് നമുക്ക് സിമ്പിൾ ആയിട്ട് ട്രേസ് ചെയ്യാം, കണ്ടെത്താന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇപ്പൊ അതിന് ഒരുപാട് ആളുകൾ ഒരു സിസ്റ്റം യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടെത്താതിരിക്കൽ ബുദ്ധിമുട്ടല്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഓരോരുത്തരും ഒരു സ്പെസിഫിക് യൂസർ ആണ് ഈ ആക്ഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ആക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ ഒരാൾക്കും അവന്റെ അക്കൗണ്ടബിലിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, രക്ഷപ്പെടാൻ കഴിയില്ല. അഥവാ ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തടി ഊരാൻ കഴിയില്ല. കാരണം അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ രേഖപ്പെടുത്തി വെക്കേണ്ടതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി അടുത്തത് നൺ റെപ്യൂഡിയേഷൻ. നൺ റെപ്യൂഡിയേഷൻ നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഒന്നാമത്തെ അല്ല, നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നൺ റെപ്യൂഡിയേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഓർമ്മിച്ചു വെക്കാം. യൂസർ കനോട്ട് ഡിനൈ പെർഫോമിംഗ് ആൻ ആക്ഷൻ. ഒരു ആക്ഷൻ ഞാൻ ചെയ്തിട്ടില്ല എന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു യൂസറിനും എന്ത് ചെയ്യാൻ കഴിയില്ല, നിഷേധിക്കാൻ കഴിയില്ല എന്നാണ്. അഥവാ ഒരാൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇതൊരു ക്ലാസ്സിൽ ഉദാഹരണം പറയുന്നത് പോലെ, ഇപ്പൊ നമ്മൾ ഈ ഫോട്ടോഷോപ്പ് ഒക്കെ ലോഗിൻ ചെയ്യണം, ഫോട്ടോഷോപ്പ് ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്യണം സമയത്ത്, അതിൽ വേറെ എന്തെങ്കിലും ആപ്പുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യണം സമയത്തൊക്കെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ബാക്കിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എക്സാമിൽ അറ്റൻഡ് ചെയ്തെന്ന് അറിയിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ ഒരു അറ്റൻഡൻസ് മാർക്കിൽ ഒരു ഒപ്പിടൂലേ,
അപ്പൊ ഇതേപോലെ നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഇതിന്റെ ബാക്കിൽ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളത് ഇങ്ങനെ എഴുതി കൊടുക്കല്ല, അത് ഓട്ടോമാറ്റിക്കലി ബാക്കിൽ അത് എഴുതപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന എല്ലാ ഓരോ ആക്ഷന്റെ പിന്നിലും ഓരോ ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്, ഞാൻ 2 മണിക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം 2 മണിക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല. അപ്പോ നമ്മളൊരു കുട്ടിനെ പിടിച്ചു, എന്നിട്ട് ആ കുട്ടിനോട് ചോദിച്ചു 2:30ക്ക് എന്ത് ചെയ്തില്ലേ, യൂട്യൂബ് ഓപ്പൺ ആക്കിയില്ലേ നോക്കി. മോൻ പറയുന്നത് യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പറ്റൂല, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഇവിടെ ഓഡിറ്റിംഗ് റിപ്പോർട്ട് എടുത്ത് നോക്കണ സമയത്ത് എന്തുണ്ടാവും, അവിടെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ത് ചെയ്യുന്നുണ്ടാവും, ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അതിനർത്ഥം അവന് 2:30ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്നാണ്. അപ്പൊ അവന് നൺ റെപ്യൂഡിയേഷൻ ആണ്. അവന് ഞാൻ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ടില്ല എന്നുള്ളതിന് എന്ത് ചെയ്യാൻ കഴിയില്ല, നിഷേധിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പൊ പെർഫോമിങ് ആൻ ആക്ഷൻ, അവൻ ആ ആക്ഷൻ ചെയ്തിട്ടില്ല എന്ന് അവൻ എന്ത് ചെയ്യാൻ കഴിയില്ല, നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അവിടെ 2:30ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിന്റെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരുപാട് ഫീച്ചറുകളാണ് നമ്മൾ ഒരു OSനെ സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. കാരണം ഇത്തരം ഒരു ഓഡിറ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്തൂടെ. ഓക്കെ, അതിനൊന്നും റിപ്പോർട്ട് നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. ആര്, എപ്പോ, ഏതെല്ലാം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു, എന്തെല്ലാം അതിൽ മാറ്റങ്ങൾ വരുത്തി, ഇതിനെക്കുറിച്ചുള്ള ഒരു റെക്കോർഡും നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ ഓഡിറ്റിംഗ് എന്നുള്ള ഫീച്ചർ OSൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ ആയിട്ട് ട്രേസ് ചെയ്ത് അവിടെ വേണ്ട മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് സെക്യൂരിറ്റി ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിൽ വരുന്ന കുറച്ച് സെക്യൂരിറ്റി ടേമുകൾ. അതിൽ ഒന്നാമതായിട്ട് കോൺഫിഡൻഷ്യാലിറ്റി അല്ലെ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് ഓതറൈസ്ഡ് ആക്സസ് ഓൺലി. അപ്പൊ എപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മുടെ OSലേക്ക് ആക്സസ് ഉള്ളത് ഓതറൈസ്ഡ് പേഴ്സൺസിന് മാത്രമാണ്. അഥവാ ഇതിന് അർഹരായ ആളുകൾക്ക് മാത്രം, ഓതറൈസ്ഡ് ആണ്, ഇതിന് അർഹരായ ആളുകൾ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ള ഒരു കോൺഫിഡൻഷ്യാലിറ്റി. അപ്പൊ അങ്ങനെ ഒരു ആക്സസ് ഉറപ്പുവരുത്തുന്നതിന് നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് എന്ത് ചെയ്യുക, നമ്മളെ OSന്റെ കേസിൽ എന്ത് ചെയ്യാം, പറയാന്നുള്ളതാണ്. ഓക്കെ, ഇത് CIA ട്രയാഡിൽ വരുന്ന ഒരു സാധനമാണ്. അത് OSന്റെ കേസിൽ എങ്ങനെ, ഓരോ ഇൻഫർമേഷന്റെയും കേസിലെ എക്സാമ്പിൾസ് മാറുമല്ലോ. ഓക്കെ, അപ്പൊ OSന്റെ കേസിൽ ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആവണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ഉദാഹരണങ്ങൾ വെച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കട്ടോ. പിന്നെ ഇന്റഗ്രിറ്റി, ഈ ഇന്റഗ്രിറ്റി ടൈം എങ്ങനെയാണ്, ഡാറ്റ റിമെയിൻസ് അക്യുറേറ്റ്. നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റുന്ന ഡാറ്റ അക്യുറേറ്റ് ആയിട്ട് തന്നെ എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് ചേഞ്ചിങ് ഒന്നും ഇല്ലാണ്ട് ഈ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിലകൊള്ളുന്നുള്ള സംഭവം ഉറപ്പുവരുത്തുന്നതാണ് ഇന്റഗ്രിറ്റി. പിന്നെ അവൈലബിലിറ്റി, നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അല്ലെ. ഈ സിസ്റ്റം ആക്സസിബിൾ വെൻ നീഡഡ്, നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ സിസ്റ്റം ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ അവൈലബിലിറ്റിയും ഉണ്ട് എന്നാണ് അർത്ഥം. പിന്നെ ഓഡിറ്റ് ട്രയൽ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ഓഫ് സെക്യൂരിറ്റി ഇവന്റ്സ്. നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്തും അതിന്റെ ഒരു റെക്കോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഓഡിറ്റ് ട്രയൽ എന്ന് വിളിക്കുന്നത്. പിന്നെ മാൽവെയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി വരാനുണ്ട്. മാൽവെയർ എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റകൾ ഹാക്ക് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോഗ്രാമുകൾ ഉണ്ട്. ഈ പ്രോഗ്രാമുകളാണ് നമ്മൾ മാൽവെയർ എന്ന് എന്ത് ചെയ്യുക, വിളിക്കുക. പല ടൈപ്പ് ഓഫ് മാൽവെയറുകൾ ഉണ്ട്, കാരണം ഓരോ മാൽവെയറിനെയും ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ഓരോന്നിനും ഓരോ പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക് പറയാം. നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചാണ്, എന്നാലും ഒന്ന് റീകോൾ ചെയ്തെടുക്കാം. പിന്നെ ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽട്ടേഴ്സ് നെറ്റ്വർക്ക് ട്രാഫിക് എന്നുള്ളതാണ്. അഥവാ നമ്മുടെ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഈ ഫയർവാൾ എന്ന് പറഞ്ഞ ഒരു ഗേറ്റ് വേ ആണ്. അഥവാ ഇന്റർനെറ്റിന്റെ ഒരു ഗേറ്റ് നമ്മൾ നോർമലി ക്യാമ്പസിന്റെ ഒരു ഗേറ്റ് ഉണ്ടാവില്ല, ക്യാമ്പസിന്റെ പുറത്തുള്ള ആളുകൾക്ക് ഉള്ളിലോട്ട് വരാനും ഉള്ളിലുള്ള ആളുകൾക്ക് പുറത്തേക്ക് പോകാനും ഉള്ള ഒരു ഗേറ്റ് ഉണ്ടാവുമല്ലോ. ഇതേപോലെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള ഒരു ഗേറ്റ് ആണ് എന്ത്, ഈ ഫയർവാൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്യും, നമ്മളെ പുറത്തുനിന്നുള്ള ഇന്റർനെറ്റിലുള്ള വസ്തുക്കൾ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും കമ്പ്യൂട്ടറിലുള്ള വസ്തുക്കൾ ഇന്റർനെറ്റിലേക്ക് പ്രവേശിക്കുന്നതും എന്താണ്, ഈ ഫയർവാൾ എന്ന ഗേറ്റ് വഴിയാണ്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഗേറ്റ് സെക്യൂർ ചെയ്ത് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് അല്ലേ. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ക്യാമ്പസിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യും, ഈ ഗേറ്റിന്റെ അവിടെ അല്ലേ നമ്മൾ സെക്യൂരിറ്റിനൊക്കെ പോസ്റ്റ് ചെയ്യല്. കാരണം
ഈ വരുന്ന ക്യാമ്പസിന്റെ പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഈ ക്യാമ്പസിന്റെ ഉള്ളിൽ കയറാൻ അർഹരാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കയറ്റുള്ളൂ. ക്യാമ്പസിന്റെ പുറത്തേക്ക് പോകുന്ന ആളുകൾ കൃത്യസമയത്ത് തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെ ഉറപ്പുവരുത്തും ചെയ്യും നമ്മള്. അപ്പൊ അവിടെ ഒരു ഇൻകമിങ് ട്രാഫിക്കും ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് ട്രാഫിക്കും ഉണ്ട്, അല്ലെ പുറത്തേക്ക് പോകുന്ന ഒരു ട്രാഫിക്കും ഉണ്ട്, ഉള്ളിലേക്ക് വരുന്ന ഒരു ട്രാഫിക്കും ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലായിരിക്കുന്നു. അപ്പൊ അത് കമ്പ്യൂട്ടറിന്റെ കേസിലേക്ക് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സംഭവിക്കുക, അഥവാ ഒരുപാട് സാധനങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എത്തുന്നുണ്ട്. ഒരുപാട് വസ്തുക്കൾ കമ്പ്യൂട്ടറിൽ നിന്നും ഇന്റർനെറ്റിലേക്ക് നിന്ന് പോകുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുക, അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നതാണ് കമ്പ്യൂട്ടറിൽ നിന്നും ഇന്റർനെറ്റിലേക്ക് പോകുന്നതാണ്. അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുക, അതൊക്കെ എന്താണ്, ഇന്റർനെറ്റിൽ നിന്നും കമ്പ്യൂട്ടറിലോട്ട് വരുന്നതിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ വരുന്ന സാധനങ്ങളൊക്കെ ഈ സെക്യൂർഡ് ആണോ അല്ലേ എന്നൊക്കെ ഉറപ്പുവരുത്തുന്ന ആളാണ് ആര്, ഫയർവാൾ. ഇപ്പൊ ഫയർവാൾ സെക്യൂർ അല്ല എന്നുണ്ടെങ്കിൽ അത് മൊത്തം കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിനെ തന്നെ ബാധിക്കുന്നതാണ്, അല്ലെ? കാരണം ഗേറ്റ് സെക്യൂർഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഗേറ്റിനുള്ളിൽ കൂടെ ആർക്കും കയറി വരാലോ, ആ ഒരു അവസ്ഥയായി മാറും. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ഫയർവാൾ എപ്പോഴും വളരെ സെക്യൂർ ആയിട്ട് കൊണ്ട് നടക്കുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലായാലോ, അല്ലെ? ഓക്കെ, അപ്പൊ ഫയർവാൾ എന്താ മനസ്സിലാക്കുക, ഒരു ഗേറ്റ് വേ ആണ് കമ്പ്യൂട്ടറിന്റെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് സാധനങ്ങൾക്ക് വരാനും ഉള്ളിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് പോകാനുള്ള ഒരു ഗേറ്റ് വേ ആണ്. ഓക്കെ, ഒരു നെറ്റ്വർക്കിന്റെ ഒരു ഗേറ്റ് വേ. ഓക്കെ, ഇനി ഗോൾസ് ഓഫ് സെക്യൂരിറ്റി സിസ്റ്റം. അപ്പോ ഒരു സെക്യൂരിറ്റി സിസ്റ്റം അതിന്റെ ഗോളുകൾ, ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ഓക്കെ, അത് നമുക്ക് അറിയുന്ന സാധനങ്ങൾ തന്നെയാണ്, അല്ലെ? ഒരു ഇൻഫർമേഷൻ സെക്യൂർ ആണ് നമ്മൾ ഉറപ്പുവരുത്താൻ നമ്മൾ CIA ട്രയൽ ആണ് ചെക്ക് ചെയ്യുക, അല്ലെ? അഥവാ അതിനുള്ള ഡാറ്റകൾ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടോ, ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടോ, അത് അവൈലബിൾ ആവുന്നുണ്ടോ, അതുപോലെ തന്നെ ഒതന്റിക്കേഷൻ, അതിന്റെ ഇത് ആരാണ് യൂസ് ചെയ്യണമെന്ന് നമുക്ക് ഉറപ്പുവരുത്തണം, അല്ലെ? ഹൂ യു ആർ, ആരാണ് ഈ ഡാറ്റ ഉപയോഗിക്കുന്നത് നമുക്ക് ഉറപ്പുവരുത്തുന്നതാണ് ഒതന്റിക്കേഷൻ. ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്തെല്ലാം ഇതിനുള്ളിൽ ചെയ്യാൻ പറ്റും നമ്മൾ തീരുമാനിക്കുന്നതാണ് ഓതറൈസേഷൻ, അല്ലെ? അയാൾക്ക് ഇതിനുള്ളിൽ ചെയ്യാൻ എന്തെല്ലാം പെർമിഷൻസ് ഉണ്ട്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തതിന്റെ ഒരു ഉത്തരവാദിത്തം അയാൾക്ക് ഉണ്ടാവും. ഞാൻ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഡിനൈ ചെയ്യാൻ കഴിയില്ല, നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ 7 കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യല്, ഒരു സെക്യൂരിറ്റി സിസ്റ്റം ബിൽഡ് ചെയ്യാറുള്ളത്. നമ്മൾ ഈ ഒരു ഹോൾ ടെക്സ്റ്റ് ബുക്കിൽ വളരെ റിപ്പീറ്റഡ്ലി വന്ന ഒരു കണ്ടന്റ് ആണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ചേരുന്ന സമയത്താണ് ഒരു ട്രസ്റ്റഡ് സിസ്റ്റം, ഒരു വിശ്വാസയോഗ്യമായ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായാൽ തന്നെ അത് നമ്മുടെ ഇൻഫർമേഷന്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയമാണ്. അഥവാ ഒരു ഇന്റഗ്രിറ്റി മിസ്സായി എന്ന് വിചാരിക്കുക, അഥവാ നമ്മൾ എൻ്റർ ചെയ്ത ഒരു ഡാറ്റ നമ്മൾ അറിയാതെ എന്ത് ചെയ്തു, അതിനൊരു എഡിറ്റിംഗ് വന്നു, ഒരു മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ സെക്യൂർ അല്ല എന്നല്ല അർത്ഥം. ഓക്കെ, അപ്പോ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ട്രസ്റ്റഡ് ആയ ഒരു സിസ്റ്റം, നമ്മുടെ സിസ്റ്റം ട്രസ്റ്റഡ് ആയി മാറുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി മാൽവെയർ, അതുപോലെ തന്നെ മേജർ ത്രെറ്റ്സ്, നമ്മളെ കമ്പ്യൂട്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട ത്രെറ്റുകൾ, വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കുറച്ച് മാൽവെയറുകൾ, അതിനെയൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ഓൾറെഡി നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ട്. എന്നാലും അതിൽ വരാത്ത കുറച്ച് സാധനങ്ങളുണ്ട്, അതും കൂടി നമുക്ക് ഇവിടെ പഠിക്കുന്നത്. ഈ റൂട്ട് കിറ്റും ബാക്ക്ഡോറും ഒന്നും അതിൽ വരാത്തതാണ്, അത് നമുക്ക് ഇവിടെ ക്ലിയർ ആക്കുകയും ചെയ്യാം. ഓക്കെ, എന്നാലും മുമ്പ് പഠിച്ചവർക്ക് ഒന്ന് റീകോൾ ചെയ്തെടുക്കാനും ഇത് നല്ലതായിരിക്കും. ഇപ്പൊ മാൽവെയർ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അല്ലെ? നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റകളെ ഹാക്ക് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാംസിനെയാണ് നമ്മൾ മാൽവെയർ എന്ന് വിളിക്കുക. ഈ മാൽവെയറുകൾ പല ടൈപ്പ് ഓഫ് മാൽവെയറുകൾ ഉണ്ട്. ഓക്കെ, ഓരോന്നിന്റെയും പേർപ്പസ് വൈസിലാണ് എന്ത് ചെയ്യുന്നത്, അതിന് ഓരോ പേര് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതില് ഒന്നാമതാണ് എന്ത്, വൈറസ്. വൈറസ് എന്ന് പറഞ്ഞാല് അറ്റാച്ച് ടു ഫയൽസ്, ചില ഫയലുകളുമായി അറ്റാച്ച് ചെയ്താൽ എന്ത് ചെയ്യുക, വൈറസുകൾ വരിക. അപ്പോൾ നമ്മൾ ഇന്റർനെറ്റിൽ നിന്ന് ഒരു സാധനം ഡൗൺലോഡ് ചെയ്തു, ആ ഡൗൺലോഡ് ചെയ്ത വസ്തുവിൽ എന്തെങ്കിലും വൈറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫയൽ നമ്മൾ ഓപ്പൺ ആക്കുന്നതോട് കൂടി നമ്മളെ കമ്പ്യൂട്ടറിലെ ബാക്കി ഫയലുകളിലേക്ക് എന്ത് ചെയ്യും, ഈ വൈറസ് എത്തുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു ഫയലുമായി അറ്റാച്ച് ചെയ്താണ് നോർമലി വൈറസുകൾ എന്ത് ചെയ്യാറുള്ളത്, വരാറുള്ളത്. ഇനി വോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ്സ് ത്രൂ നെറ്റ്വർക്ക്. അപ്പോൾ ഇവ എന്ത് ചെയ്യും, നെറ്റ്വർക്ക് വഴിയാണ്, ഇന്റർനെറ്റ് വഴിയാണ് ഇത് വരാറുള്ളത്. അതെന്ത് ചെയ്യും, നെറ്റ്വർക്ക് വഴി ഇങ്ങനെ സ്പ്രെഡ് ആവും. അഥവാ ഒരു നമ്മളെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ സ്പ്രെഡ് ആയാൽ തന്നെ അത് ബാക്കി നമ്മുടെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത ബാക്കി നെറ്റ്വർക്ക് ഉണ്ടല്ലോ അതിലേക്കൊക്കെ സ്പ്രെഡ് ആവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഈ വാഫിയിൽ ഇരുന്നിട്ട് ഈ വൈഫൈ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, ഈ വോം എന്റെ കമ്പ്യൂട്ടറിലേക്ക് എത്തിയെന്നുണ്ടെങ്കിൽ
ഈ വാഫി വൈഫൈയിൽ വേറെയും ഒരുപാട് ഡിവൈസുകൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ആ ഡിവൈസുകളിലേക്കും എന്ത് ചെയ്യും ഈ വോം എത്തുന്നില്ല. കാരണം ഇത് നെറ്റ്വർക്ക് വഴിയാണ് എന്ത് ചെയ്യുന്നത് സ്പ്രെഡ് ആവുക. മറ്റേത് നമ്മളെ കമ്പ്യൂട്ടറിന് മാത്രം എന്ത് ചെയ്യുള്ളൂ വൈറസുകൾ ബാധിക്കുള്ളൂ. ഇത് പറയുമ്പോൾ നെറ്റ്വർക്ക് വഴി എന്ത് ചെയ്യും ഈ സാധനം സ്പ്രെഡ് ആവുന്നതാണ്. അപ്പൊ അങ്ങനെ നെറ്റ്വർക്ക് വഴി സ്പ്രെഡ് ആവുന്ന മാൽവെയറുകളാണ് നമ്മൾ എന്ത് വിളിക്കുക വോം എന്ന് വിളിക്കുക. ഓക്കെ, മറ്റേത് കമ്പ്യൂട്ടറിനുള്ളിൽ ഒരു ഫയലുമായി അറ്റാച്ച് ചെയ്തേക്കുന്നത് വരിക. അപ്പൊ അത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആകുക നമ്മളെ കമ്പ്യൂട്ടറിനെ മാത്രം ബാധിക്കുന്നത് നമ്മൾ എന്ത് വിളിക്കും വൈറസ് എന്ന് വിളിക്കും. വൈറസ് ഈസ് എ മാൽവെയർ, അതുപോലെ തന്നെ വോം ഈസ് എ മാൽവെയർ. എല്ലാം മാൽവെയറുകളാണ്, പക്ഷെ ഓരോന്നിന്റെ പേർപ്പസ് വൈസിൽ ഓരോന്നിനും ഓരോ പേരിട്ടു എന്നുള്ളൂ. ഓക്കെ, കാരണം അപ്പോഴാണ് നമുക്ക് ഓരോന്നിനും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. എല്ലാത്തിനും കൂടെ ഒറ്റ പേരാണെങ്കിൽ ഇതെന്താ സാധനം എന്ന് മനസ്സിലാക്കാം. കാരണം ഓരോന്നിനും രീതികളിൽ മാറ്റമുണ്ട്, ഓരോന്നും സ്പ്രെഡ് ചെയ്യുന്ന രീതികളിൽ മാറ്റമുണ്ട്, എല്ലാ മാറ്റങ്ങളുണ്ടല്ലോ. പിന്നെ ട്രോജൻ എന്ന് പറഞ്ഞ മാൽവെയർ എന്താണ്? അപ്പേഴ്സ് ലെജിറ്റിമേറ്റ് ബട്ട് ഹാംഫുൾ. അഥവാ ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ എന്ന് മനസ്സിലാക്കി മതി. കണ്ടാൽ തോന്നും ആൾ ഒഫീഷ്യൽ ആണെന്ന്, പക്ഷെ ആൾ എന്തായിരിക്കും ഹാംഫുൾ ആയിരിക്കും. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ചില ഗെയിമുകൾ ഉണ്ടാവും, ഫ്രീ ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നെറ്റിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഫ്രീ ഗെയിം കൊണ്ട് എന്ത് ചെയ്യും സംഭവം ഇൻസ്റ്റാൾ ചെയ്യും. പക്ഷെ ഈ ഫ്രീ ഗെയിമിന്റെ ഉള്ളിൽ അവർ എന്ത് ചെയ്യണം ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് മാൽവെയറുകൾ അവർ എന്ത് ചെയ്യണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ കണ്ടാൽ എന്ത് ചെയ്യും ആളെ ഒഫീഷ്യലായി തോന്നും, പക്ഷെ ആളെന്ത് ചെയ്യും നമ്മുടെ ഡാറ്റകൾക്ക് ഹാംഫുൾ ആയിരിക്കും. അത്തരം മാൽവെയറുകളാണ് നമ്മൾ എന്ത് വിളിക്കുക ട്രോജൻ എന്ന് വിളിക്കുക. പിന്നെ റാൻസം വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻക്രിപ്റ്റ് ഫയൽസ് ഫോർ മണി. അത് നമ്മളെ കമ്പ്യൂട്ടറിലെ ഫയലുകൾ എന്ത് ചെയ്യും അവർ എൻക്രിപ്റ്റ് ചെയ്യും, ലോക്ക് ചെയ്ത് വെക്കും. ഇനി ഈ ലോക്ക് നമ്മൾ ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഡീക്രിപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നു പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ മണി അവരെന്ത് ചെയ്യും ആവശ്യപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അത്തരം മാൽവെയറുകളാണ് നമ്മൾ റാൻസം വെയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും വന്നിട്ട് നമ്മളെ കമ്പ്യൂട്ടറിലെ ഫയലുകളെ ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്തിട്ട് അത് ഡീക്രിപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അൺലോക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പൈസ കൊടുക്കേണ്ടി വരും. ഇനി സ്പൈവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും വേറൊരു മാൽവെയർ ആണ്. നമ്മളെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള നമ്മളെ ആക്ഷൻസ് അതെന്ത് ചെയ്യും ഇങ്ങനെ സ്പൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ചാരനാണ് അല്ലെ. അപ്പൊ നമ്മളെ കമ്പ്യൂട്ടറിന്റെ ബാക്കിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ചാരനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തെല്ലാം പാസ്വേഡുകൾ അടിക്കുന്നുണ്ട്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തെല്ലാം ഡാറ്റകൾ അടിച്ചു കയറ്റുന്നുണ്ട്, ഇതൊക്കെ ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ ഇയാൾ സ്പൈ ആയിട്ട് ഒരു ചാരന്റെ പോലെ ഇരുന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അത് തത്സമയം വളരെ ലൈവ് ആയിട്ട് നമ്മളെ ഹാക്കറിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് വിളിക്കുക സ്പൈവെയർ എന്ന് വിളിക്കുക. അപ്പൊ ഒരു കമ്പ്യൂട്ടറിൽ സ്പൈവെയർ എന്നുണ്ടെങ്കിൽ അയാളുടെ എല്ലാ ആക്ടിവിറ്റികളും വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് ആരാണോ ഈ സ്പൈവെയർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചത് അയാളിലേക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുന്നതാണ്. അപ്പൊ ആ ഒരു സംഭവമാണ് എന്ത് അത്തരത്തിലുള്ള മാൽവെയറുകളാണ് നമ്മള് സ്പൈവെയർ എന്ന് എന്ത് ചെയ്യുക വിളിക്കുക എന്നുള്ളതാണ്. ഇനി റൂട്ട് കിറ്റ് എന്ന് പറഞ്ഞാല് ഇത് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മാൽവെയർ ആണ് റൂട്ട് കിറ്റ്. ഈ റൂട്ട് കിറ്റ് എന്ന് വെച്ചാൽ ഹൈഡ്സ് ഡീപ്പ് ഇൻസൈഡ് OS. നമ്മുടെ ഈ OSന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ടാണ് എന്ത് ചെയ്യുക ഈ റൂട്ട് കിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളെ വീടിന്റെ ഉള്ളിൽ നമുക്കൊന്നും കാണാത്ത ഒരു ഭാഗത്ത് ഒരു മതിലിന്റെ ഉള്ളിലായിട്ട് ഒരു കള്ളൻ ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കള്ളന് നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല അറിവായിരിക്കും. പക്ഷെ ഈ കള്ളനെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും ഇല്ല. അപ്പൊ അതുപോലെയാണ് റൂട്ട് കിറ്റ് എന്നുള്ളത്. റൂട്ട് കിറ്റ് എന്നാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ വളരെ ഡീപ്പ് ആയിട്ടായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മളെ കമ്പ്യൂട്ടറുകളിലുള്ള ആന്റി വൈറസുകൾക്കോ ഒന്നും ഇതിനെ ട്രേസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത്രയും ഡീപ്പ് പോയിട്ടാണ് എവിടെയെങ്കിലൊക്കെ പോയിട്ടാണ് ഇയാൾ ഒളിച്ചു വെക്കുക. അങ്ങനെ പെട്ടെന്നൊന്നും ഇയാൾ ട്രേസ് ചെയ്ത് കണ്ടെത്താൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള മാൽവെയറുകൾ നമ്മൾ എന്ത് വിളിക്കുക റൂട്ട് കിറ്റ് എന്ന് വിളിക്കുക. അപ്പൊ അത് വളരെ ഡീപ്പ് ആയിട്ട് ഇൻസൈഡ് ദ OSന്റെ ഉള്ളിൽ വളരെ ഡീപ്പ് ആയിട്ടായിരിക്കും ഈ ഇത്തരത്തിലുള്ള മാൽവെയറുകൾ നിലകൊള്ളുക. അതുകൊണ്ടാണ് അതിനെ ട്രേസ് ചെയ്ത് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇനി ബാക്ക് ഡോർ എന്ന് പറഞ്ഞാല് ഹിഡൻ അൺഓതറൈസ്ഡ് ആക്സസ് എന്നുള്ളതാണ്. ഹിഡൻ അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ പണിയൊക്കെ നടക്കൂല നമ്മളെ വീട്ടില് പണിയൊക്കെ നടക്കുന്ന സമയത്ത് പണിക്കാർക്ക് കയറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഒരു വിൻഡോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ. അത് താൽക്കാലികമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വാതിലായിരിക്കും. അത് പണി കഴിയണ സമയത്ത് നമ്മൾ നിൽക്കുന്ന വീട്ടിലാണ് പണി നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് കേറുന്ന അതേ വാതിലിനുള്ളിൽ കൂടെ തന്നെ ഇവരും കയറി കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈവസി ഇഷ്യൂ ഉണ്ടല്ലോ. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും പണി നടക്കുന്ന സമയത്ത് ഇവർക്ക് കയറാൻ വേണ്ടി സെപ്പറേറ്റ് വാതിൽ എന്ത് ചെയ്യും ഉണ്ടാക്കി കൊടുക്കലുണ്ടല്ലോ. നോർമലി അങ്ങനെ ചെയ്യലുണ്ടല്ലോ നമ്മള്. പണി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഈ വാതിൽ പൊളിച്ചു കളയുകയും ചെയ്യും അല്ലെ. അപ്പോ ഇതേപോലെ തന്നെ നമ്മൾ ഓരോ ആപ്പുകൾ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഓരോ വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു ബാക്ക് ഡോർ ഉണ്ടാക്കി വെക്കും എപ്പോഴും. അഥവാ
ഇപ്പൊ ഫേസ്ബുക്ക് എന്ന ആപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നോർമലി യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ഉണ്ടാവും. അതിന്റെ ബാക്കിൽ നമ്മളൊരു ബാക്ക് ഡോർ എന്തുണ്ടാവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഫേസ്ബുക്കിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡെവലപ്പേഴ്സ് ഈ ബാക്ക് ഡോർ വഴിയാണ് കയറുക. എന്താണ് മെയിൻ ഡോർ വഴി കയറുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, മെയിൻ ഡോർ വഴി കയറി കഴിഞ്ഞാൽ എല്ലാവരും അറിയും. ഓക്കെ, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന അതേ വിൻഡോ കയറി കളിച്ചു കഴിഞ്ഞാൽ മൊത്തം ഈ ലോകത്ത് ഫേസ്ബുക്ക് ആരൊക്കെ യൂസ് ചെയ്യുന്നത് അവർക്കൊക്കെ മനസ്സിലാവും ഫേസ്ബുക്കിൽ എന്തൊരു പ്രശ്നം വന്നിട്ടുണ്ട്, അത് ഒരാൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇത് മനസ്സിലാക്കി നമ്മൾ ബാക്ക് ഡോർ വഴി കയറിയിട്ടാണ് എന്ത് ചെയ്യുക, അത് നന്നാക്കുക. അപ്പൊ ആൾക്ക് അങ്ങനെ ഒരു പിടുത്തം കിട്ടില്ല. കാരണം ഈ ബാക്ക് ഡോർ വഴി, ബാക്ക് ഡോറിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ആർക്കേ അറിയുള്ളൂ, ഇത് ഉണ്ടാക്കിയ ഡെവലപ്പേഴ്സിന് മാത്രമേ അറിയൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പുകൾക്കും എല്ലാ സോഫ്റ്റ്വെയറുകൾക്കൊക്കെ ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ബാക്ക് ഡോർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ബാക്ക് ഡോർ ഹാക്കർമാരെ കൈ കിട്ടി എങ്ങനെ ഉണ്ടാവും? ഓക്കെ, ഈ ബാക്ക് ഡോർ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ബാക്ക് ഡോർ ശരിക്കും നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളെപ്പോഴും ബാക്ക് ഡോർ ലോക്ക് അഥവാ നമ്മളൊരു യുണീക്ക് ഐഡിയും പാസ്വേഡ് ഒക്കെ ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം അങ്ങനെ ലോക്കിങ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഹാക്കിംഗ് നടന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ബാക്ക് ഡോർ വഴി ഹാക്കറിന് കയറിയിട്ട് മൊത്തം ഡാറ്റ എന്ത് ചെയ്യും, ലീക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഇത്തരത്തില് നമ്മൾ ചില മണങ്ങന്മാര് ഇത്തരത്തിൽ പ്രോഗ്രാമുകൾ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ബാക്ക് ഡോർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എഡിറ്റിങ്ങിനും മറ്റു പർപ്പസിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ അവർ അതിന് കൃത്യമായ സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ആ ബാക്ക് ഡോറിന് കൊടുത്തിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും ഹാക്കർ വന്ന് ഒരു കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്ന സമയത്ത് അയാൾ ഒരു സോഫ്റ്റ്വെയറിന്റെ ഇത്തരം ബാക്ക് ഡോർ ഓപ്പൺ ആയി കിടക്കുന്ന കണ്ടാല്, ഒരു സെക്യൂരിറ്റിയും ഇല്ലാണ്ട് ഓപ്പൺ ആയി കിടക്കുന്ന കണ്ടാല് സിമ്പിൾ ആയിട്ടുള്ള അതുവഴി നമ്മളെ സോഫ്റ്റ്വെയറിലേക്ക് കയറിക്കൂടെ, സോഫ്റ്റ്വെയറിലേക്ക് കയറ്റിയിട്ട് അയാൾക്ക് വേണ്ടുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഡാറ്റകൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്ന ലീക്ക് ചെയ്ത് സ്റ്റോളൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബാക്ക് ഡോർ. ഇനി ഇതല്ലാണ്ട് വേറെ എന്തെല്ലാം തരത്തിലുള്ള OS അറ്റാക്കുകൾ നോർമലി സംഭവിക്കാറുണ്ട്, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, അൺഓതറൈസ്ഡ് ആക്സസ്, അല്ലെ? അഥവാ ഇത് ആക്സസ് ചെയ്യാൻ പാടില്ലാത്ത ഒരാൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് വളരെ വീക്ക് ആണ്, അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് എന്ത് ചെയ്തു മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പാടില്ലാത്ത പല ആളുകളും വന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനും. അപ്പൊ അതൊരു എന്താണ്, ഒരു അറ്റാക്ക് ആണ്. അതുപോലെ തന്നെ പ്രിവിലേജ് എസ്കലേഷൻ. പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പ്രിവിലേജ് എന്ത് ചെയ്യുക, ഒരു പടി മുകളിലോട്ട് കയറുക. ഉദാഹരണത്തിന് യൂസർ ആയിരുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുക, അഡ്മിന്റെ റൈറ്റുകൾ കിട്ടുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റുഡന്റിന് അഡ്മിന്റെ റൈറ്റുകൾ കിട്ടുന്ന സമയത്ത് ആ സ്റ്റുഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടറിൽ അവന് വേണ്ട സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും എല്ലാത്തിനും പറ്റും. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിനയൽ ഓഫ് സർവീസ്. ഡിനയൽ ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, ഓവറായിട്ട്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ ഡിനയൽ ഓഫ് സർവീസ്, കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് ഓവറായിട്ട് ഡാറ്റകൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഫ്ലഡ് ചെയ്യുക, ഒഴുക്കി വിടുക. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ താങ്ങാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവും, അതിലപ്പുറം ഡാറ്റകൾ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെ കമ്പ്യൂട്ടർ ഇങ്ങനെ ലോഡായി നിൽക്കും. കമ്പ്യൂട്ടറിന് അതിന് വേണ്ട പണികൾ ചെയ്യാനും കഴിയില്ല. അഥവാ ഇപ്പൊ ഒരു ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ കഴിയില്ല. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സാധനങ്ങൾ വന്ന് ഇങ്ങനെ ഫ്ലഡ് ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട പണികൾ ചെയ്യാനും കഴിയില്ല. എന്നാൽ ഇത് വന്ന് ഇങ്ങനെ ഫ്ലഡ് ആയി നിൽക്കുന്നുണ്ടാവും. അത്തരം ഒരു അവസ്ഥക്കാണ് നമ്മൾ ഡിനയൽ ഓഫ് സർവീസ് എന്ത് ചെയ്യുക, വിളിക്കുക. സിസ്റ്റം ഓവർലോഡ് ആയി നിൽക്കുന്ന ആ ഒരു അവസ്ഥ. നമ്മള് ഇൻവെർട്ടർ ഒക്കെ ഉണ്ടാവില്ലേ, മൊത്തം പവർ വന്നിട്ട് ഓവർലോഡ് ആവണം, അതേ ഒരു പരിപാടി കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുക, സംഭവിക്കുക. ഇവിടെ വന്ന് ഓവർലോഡ് ആണ്, പവർ അല്ല ഡാറ്റ ആണെന്ന് പറഞ്ഞാൽ ഡാറ്റ വന്ന് ഓവർലോഡ് ആണ്. ഓക്കെ, സിമ്പിൾ. പിന്നെ ബഫർ ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ മെമ്മറി കറപ്ഷൻ ആണ്. മെമ്മറി കറപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി, ഇപ്പൊ അതിന് 128 GB മെമ്മറി എന്ന് കഴിക്കാം. നമ്മളെ ലാപ്ടോപ്പിന്റെ ഓരോ ലാപ്ടോപ്പിനും ഓരോ സ്റ്റോറേജ് സ്പേസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ 128 GB സ്റ്റോറേജ് ഉള്ള ഒരു ലാപ്ടോപ്പിന്റെ ഉള്ളിലോട്ട് ഒരു എന്ത് ചെയ്യാം, ഒരു 1 TB ഡാറ്റ വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ആ മെമ്മറി തന്നെ എന്ത് ചെയ്യും, ക്രാഷ് ആയി പോകും, അല്ലെ? നോർമലി ഇപ്പൊ നമ്മളൊരു ഗ്ലാസ്, ആ ഗ്ലാസ് വെള്ളത്തിൽ കൊള്ളാവുന്ന ഒരു എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടാവും, അതിലപ്പുറം വെള്ളം ആ ഗ്ലാസ്സിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യും, ആ ഗ്ലാസിന്റെ ഉള്ളിൽ നിന്ന് ആ വെള്ളം തുളുമ്പൂലെ, അതേപോലെ തന്നെ ഒരു മെമ്മറിന്റെ ഉള്ളിൽ കപ്പാസിറ്റി ചെയ്യാൻ പറ്റുന്ന അതിലൊരു സ്റ്റോറേജ് ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഡാറ്റ വന്ന് ഈ മെമ്മറിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ മെമ്മറിക്ക് തന്നെ എന്ത് ചെയ്യും, അത് ക്രാഷ് സംഭവിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിൽ മെമ്മറി കറപ്റ്റ് ആവുന്ന ആ ഒരു സംഭവത്തിന് നമ്മൾ എന്ത് വിളിക്കുക, ബഫർ ഓവർഫ്ലോ എന്ന് വിളിക്കുക. അപ്പൊ അതും ഒരു തരത്തിലുള്ള OS അറ്റാക്കുകളാണ്. ഇതിങ്ങനെ ഓരോ OS അറ്റാക്കിന് ഓരോ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടോ. ഓക്കെ, നോർമലി OSകളിൽ എങ്ങനെയാണ് ഹാക്കർമാര് അറ്റാക്കുകൾ നടത്തുന്നത്, അതിന്റെ ഓരോ രീതികൾ. നേരത്തെ നമ്മൾ പഠിച്ച കുറച്ച് മാൽവെയറുകളുടെ രൂപത്തിൽ വന്ന് എങ്ങനെയാണ് അറ്റാക്കുകൾ നടത്തുന്നത് പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതല്ലാത്ത രീതിയിലുള്ളൂ. പിന്നെ റേസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ടൈമിംഗ് എക്സ്പ്ലോയിറ്റ് ആണ്. അഥവാ ടൈമിംഗ് എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു യൂണിവേഴ്സിറ്റി പോർട്ടലിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എക്സാമിന്റെ ഫീ അടക്കാണ്. ഫീ അടക്കണ സമയത്ത് ആ ഒരു സമയം അല്ലെ, ഫീ അടക്കുന്ന സമയം ഒരു 2 സെക്കൻഡ് ടൈം, ഫീ അടക്കുന്ന സമയത്ത് നമ്മളെ ബാങ്കിന്റെ സെർവറിലേക്ക് എന്ത് ചെയ്യും നമ്മൾ കയറും അല്ലെ, OTP അടിക്കാനോ അല്ലെങ്കിൽ പാസ്വേഡ് അടിക്കാനൊക്കെ നമ്മൾ ബാങ്കിന്റെ സെർവറിലേക്ക് കയറുന്ന ആ ഒരു സമയത്ത് ഹാക്കർ എന്ത് ചെയ്യും അതിന്റെ വിൻഡോ മാറ്റി കൊടുക്കും, ഹാക്കറിന്റെ അക്കൗണ്ടിലേക്ക് ആക്കി കൊടുക്കും. ഓക്കെ, അതുവരെ നമ്മൾ വർക്ക് ചെയ്തിരുന്ന എവിടെയായിരുന്നു, യൂണിവേഴ്സിറ്റി പോർട്ടലിലായിരുന്നു. ഈ പേയ്മെന്റിന്റെ സമയത്ത് എന്ത് ചെയ്യും ഹാക്കർ വന്നിട്ട് ആ വിൻഡോ മാറ്റിയിട്ട് ഹാക്കറിന്റെ വിൻഡോയിലേക്ക് എന്ത് ചെയ്യും ആ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പേയ്മെന്റ് പോയിണ്ടാവും എങ്ങോട്ടേക്കും, ഹാക്കറിന്റെ വിൻഡോയിലേക്കും പോയിണ്ടാവും. അപ്പൊ ആ ഒരു ടൈമിങ്ങിനെ ഓക്കെ, ആ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ നമ്മൾ പേയ്മെന്റ് അടക്കുന്ന ആ ഒരു ടൈമിങ്ങിനെ എന്ത് ചെയ്തു ഹാക്കർ അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, ചൂഷണം ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തില് ചെറിയ ചെറിയ ടൈമിങ്ങുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചൂഷണം ചെയ്ത് നടക്കുന്ന അറ്റാക്കുകളാണ് നമ്മൾ എന്ത് വിളിക്കുക, റേസ് കണ്ടീഷൻ അറ്റാക്കുകൾ എന്ത് ചെയ്യുക വിളിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് സോഷ്യൽ എഞ്ചിനീയറിംഗ്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്താണ് റിസർവ് ബാങ്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. അപ്പോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ പാസ്വേഡും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. കാരണം നിങ്ങളെ സംശയാസ്പദമായിട്ട് എന്തൊക്കെയോ മണി മിസ്യൂസ് നടത്തുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം സംഭവങ്ങൾ നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിങ്ങളെ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് എനിക്ക് വേണമെന്ന് റിസർവ് ബാങ്കിൽ നിന്ന് ഒരാൾ നമുക്ക് വിളിച്ചു പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓ ശരിയാണ്, അപ്പൊ അത് നമ്മൾ വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ അയാൾക്ക് നമ്മളെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അയക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ നമ്മളെ സോഷ്യലി എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് ഓക്കെ, ഇവിടെ ഇയാൾ നമ്മളെ ലാപ്ടോപ്പിൽ കയറി കളിക്കുന്നില്ല. ഓക്കെ, ഈ സോഷ്യലി എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അവർ ലാപ്ടോപ്പിൽ കയറി അല്ല കളിക്കുക, മറിച്ച് അവർ നമ്മളെ മൈൻഡിൽ കയറി എന്ത് ചെയ്യാണ്, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. അഥവാ ഞങ്ങൾ റിസർവ് ബാങ്കിൽ നിന്നാന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി നമ്മൾ വിശ്വസിച്ച് പോവാണ്, ട്രസ്റ്റ് ചെയ്യാണ്. ആ ട്രസ്റ്റിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് നമ്മുടെ പാസ്വേഡും ലോഗിൻ ഐ ഡി ഒക്കെ കൊടുക്കും. അപ്പൊ അവർക്ക് സിമ്പിൾ ആയില്ലേ, ഇനി ആ പാസ്വേഡും ലോഗിൻ ഐ ഡി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ട് അവർക്ക് വേണ്ട ഡാറ്റകൾ അവരെന്ത് ചെയ്യും ലീക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ സോഷ്യലി എഞ്ചിനീയറിംഗ് നടത്തിയിട്ട് ട്രിക്കിംഗ് യൂസേഴ്സിനെ ട്രിക്ക് ചെയ്തുകൊണ്ട് ഡാറ്റകൾ അടിച്ചു മാറ്റുന്ന രീതിയാണ് എന്ത് സോഷ്യലി എഞ്ചിനീയറിംഗ്. അപ്പൊ ഇതും ഒരു തരത്തിലുള്ള OS അറ്റാക്ക് ആണ്. ഇനി ഇൻസൈഡർ ത്രെറ്റും ഒരു പ്രശ്നമാണ്. കാരണം ഒരു കമ്പനിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരാള്, അയാളും ഒരു പ്രശ്നമല്ലേ. അഥവാ ഇപ്പൊ തന്നെ മൈക്രോസോഫ്റ്റിന്റെ കമ്പനി, മൈക്രോസോഫ്റ്റിന്റെ ഉള്ളിലുള്ള ഒരു എംപ്ലോയി അവൻ തീരുമാനിക്കണത് അവന്റെ ഡാറ്റകൾ പുറത്തുള്ള വേറൊരു കമ്പനിക്ക് പൈസക്ക് വേണ്ടി വിൽക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻസൈഡർ ത്രെറ്റ് ആണ്, അഥവാ കമ്പനിക്ക് ഉള്ളിലുള്ള ഒരു ത്രെറ്റ് ആണ്, ഒരു വെല്ലുവിളിയാണ് അതിലെ. അപ്പൊ അങ്ങനെയും എന്ത് ചെയ്യാം, നമുക്ക് OS അറ്റാക്കുകൾ സംഭവിക്കുന്നതാണ്. കാരണം ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള ഒരു എംപ്ലോയി വിചാരിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, കമ്പനികളിലെ പല ഡാറ്റകളും അപ്പുറത്തെ കമ്പനിയിലേക്ക് എന്ത് ചെയ്യാം എത്തിക്കാവുന്നതാണ്. അപ്പൊ ഇത്തരത്തില് ഇന്റേണൽ മിസ്യൂസ്, ഒരു കമ്പനിയുള്ളിലുള്ള ഇന്റേണൽ ഡാറ്റകളെ മിസ്യൂസ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്കുകൾ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻസൈഡർ ത്രെറ്റ് എന്നുള്ള ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. ഇതൊക്കെ ഒരു ചാപ്റ്ററിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർത്തെടുക്കണം. കാരണം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വേറെയും പല സ്ഥലങ്ങളിലും പറഞ്ഞു പോയിട്ടുണ്ട്, ഇതിലേറെ വിശദീകരിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നും കൂടി റീകോൾ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഓക്കെ, ലാസ്റ്റ് നമ്മൾ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ചർച്ചയാണ് റിയൽ ലൈഫ് OS സെക്യൂരിറ്റി അപ്ലിക്കേഷൻ. റിയൽ ലൈഫിൽ ഈ OS സെക്യൂരിറ്റി നമ്മൾ എന്തെല്ലാം ഏരിയകളിൽ എവിടെയെല്ലാം നോർമലി യൂസ് ചെയ്യാറുണ്ട് അതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഒന്നാമത് എന്റർപ്രൈസ് ആക്സസ് കൺട്രോൾ. എന്റർപ്രൈസ് നിങ്ങൾക്ക് അറിയാലോ, ഒരു ബിസിനസ് സംരംഭം, എനിക്ക് നമ്മൾ എന്റർപ്രൈസ് എന്ന് പറയല്ലേ. അപ്പൊ ഒരു ബിസിനസ് സംരംഭത്തിൽ ആക്സസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ OS സെക്യൂരിറ്റി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ആക്സസ് കൺട്രോൾ നമുക്കറിയാം എന്താണ്, ഉപയോഗത്തിനെ കൺട്രോൾ ചെയ്യുക അല്ലെ, എന്തെല്ലാം ഡാറ്റകൾ ആരെല്ലാം ഉപയോഗിക്കുന്നു എന്ന ആ ഒരു ആക്സസ് ഉപയോഗത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത് ആക്സസ് കൺട്രോൾ. അപ്പൊ ഒരു സംരംഭം, ഒരു കമ്പനിയിൽ എങ്ങനെയാണ് നമ്മൾ ആക്സസ് കൺട്രോൾ നടത്തുക, ഉദാഹരണത്തിന് എന്താ HR വേഴ്സസ് നോർമൽ സ്റ്റാഫ്. അഥവാ HR എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാഫിന്റെ സാലറി ഡീറ്റെയിൽസ്, സ്റ്റാഫിന് ആർക്കെല്ലാം സാലറി ഉണ്ട്, ആരെല്ലാം ഏതെല്ലാം ടൈമിലാണ് പഞ്ചിനും പഞ്ചൗട്ടും ഒക്കെ ചെയ്യുന്നത്, ഇത്തരം ഡാറ്റകളൊക്കെ ആർക്ക് കാണാൻ പറ്റും, ഹ്യൂമൻ റിസോഴ്സ് മാനേജറായ HR മാനേജറിന് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നതാണ്. അതേസമയം സ്റ്റാഫിന് ഈ പറഞ്ഞ ഡാറ്റാസ് ഒക്കെ കാണാൻ പറ്റുമോ, ഇല്ല. അപ്പോ ആരെല്ലാം എന്തെല്ലാം ഡാറ്റകൾ കാണണം, ആരെല്ലാം എന്തെല്ലാം ഡാറ്റകൾ ഉപയോഗിക്കുന്നു എന്നുള്ള ആ ഒരു ആക്സിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നോർമലി കൺട്രോൾ ചെയ്യാറുണ്ട്. നമ്മൾ പിന്നെ
ഇത് നമ്മൾ പറഞ്ഞ യൂണിവേഴ്സിറ്റിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ സ്റ്റുഡൻസ് ടീച്ചർ ആക്സസ് കൺട്രോൾ ചെയ്യണ പോലെ തന്നെ ടീച്ചറിന് മാർക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, സ്റ്റുഡന്റിന് മാർക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് വ്യൂ ചെയ്യാനേ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ ആക്സസ് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു പരിപാടിക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ OS സെക്യൂരിറ്റി അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ റിയൽ ലൈഫിൽ OS സെക്യൂരിറ്റി നമ്മൾ എവിടെയെല്ലാം അപ്ലൈ ചെയ്യുന്നു? ഒന്നാമത്തെ കേസ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളിലെ ആക്സസ് കൺട്രോൾ നടത്തുന്നതിന് വേണ്ടി. രണ്ടാമത് മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷൻ. അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. പാസ്വേഡ് പ്ലസ് OTP ബയോമെട്രിക് വെച്ചിട്ട് മൾട്ടി ഫാക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒതന്റിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അത് കൂടുതൽ വിശദീകരിക്കണം, കാരണം ഓൾറെഡി ഇത് പറഞ്ഞ നിങ്ങൾക്ക് തലയിൽ കയറിയിട്ടുണ്ടാവും. ഇനി സാൻഡ് ബോക്സിംഗ് ആപ്ലിക്കേഷൻ, ഐസൊലേറ്റിംഗ് ആപ്സ് ഫ്രം ദ കോർ സിസ്റ്റം. അപ്പോൾ സാൻഡ് ബോക്സിംഗ് ആപ്ലിക്കേഷൻ പറഞ്ഞാല് സിമ്പിളായി മനസ്സിലാക്കുക. ഇത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഒന്നും കൂടി വരാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അഥവാ നമ്മളെ കമ്പ്യൂട്ടറിനുള്ളിൽ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടാക്കും. ഓക്കെ, അഥവാ നമ്മളെ കമ്പ്യൂട്ടർ വലിയ ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കുക. ഈ ഗ്രൗണ്ടിനുള്ളിൽ ഒരു സെപ്പറേറ്റ് ചെറിയ കുഞ്ഞു ഗ്രൗണ്ട് നമ്മൾ ഉണ്ടാക്കും. ആ കുഞ്ഞു ഗ്രൗണ്ടിനുള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ ചെറിയ കുട്ടികളെ കളിപ്പിക്കും. മറ്റേ വലിയ ഗ്രൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും, വലിയ കുട്ടികളെ കളിപ്പിക്കും. ഈ വലിയ കുട്ടികളെ ഭാഗത്ത് നിന്ന് ചെറിയ കുട്ടികളിലേക്ക് ഒരു അറ്റാക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മോക്കിങ്ങോ കളിയാക്കലുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മതിലൊക്കെ കെട്ടി ഇവരെന്ത് ചെയ്യുന്നത് അവിടെ കളിക്കാൻ ഏൽപ്പിക്കുന്നത്, മറ്റോരെ ഈ വലിയ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാൻ ഏൽപ്പിക്കുന്നത്. സംഭവം രണ്ടും ഒരേ ഗ്രൗണ്ടാണ്, പക്ഷെ അതിൽ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു മതിലൊക്കെ കെട്ടി സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഇവരെ വേറെ കളിക്കാൻ അവസരം കൊടുക്കുകയാണ്. ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. ഇതേ ഒരു സംഭവം നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാറുണ്ട്, നോർമലി നടത്താറുണ്ട്. അഥവാ നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിലും ഇതേപോലെ ഒരു സെപ്പറേറ്റ് സ്പേസ് നമ്മൾ ഉണ്ടാക്കി വെക്കും. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരാൾ വന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റകളൊക്കെ ഹാക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള എൻ്റയർ ഡാറ്റ മിസ്സാവാണ്ട് ഇരിക്കാനാണ് നമ്മൾ ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു ബോർഡർ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഡാറ്റ വേറൊരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഹാക്കറിന് ഇതിനുള്ളിലേക്ക് കയറാൻ കഴിയില്ല. നോർമലി സിമ്പിൾ ആയിട്ട് മറ്റു സ്ഥലങ്ങളിൽ കയറാൻ കഴിയുന്നല്ലാണ്ട് നമ്മൾ ഈ പ്രത്യേകമായിട്ട് ഉണ്ടാക്കി വെച്ച സ്ഥലങ്ങളുണ്ടല്ലോ അതിനുള്ളിലേക്ക് എന്തെങ്കിലും കഴിയില്ല, കയറാൻ കഴിയില്ല എന്നാണ്. അപ്പൊ ഇങ്ങനെ ഡാറ്റകൾ ഒരു പ്രത്യേക സ്പേസ് ഉണ്ടാക്കി അതിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപാടിക്കാണ് നമ്മൾ എന്ത് വിളിക്കുക, സാൻഡ് ബോക്സിംഗ് എന്ന് വിളിക്കുക. സിമ്പിൾ ആണല്ലോ. അപ്പൊ ദ കോർ സിസ്റ്റം അഥവാ മൊത്തം കോർ സിസ്റ്റത്തിൽ നിന്നും ഐസൊലേറ്റിംഗ് ആപ്സ്, ചില ആപ്പുകൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നു, ഒറ്റക്കാക്കി മാറ്റി വെക്കുന്നു. ആ ഒരു പരിപാടിക്ക് നമ്മൾ എന്ത് വിളിക്കുക, സാൻഡ് ബോക്സിംഗ് ആപ്ലിക്കേഷൻ എന്ന് വിളിക്കുക. ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ നമുക്ക് ഇനി അടുത്ത് പറയാനുണ്ടോ. ഇത് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിന്റെ ഉപയോഗത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇനി അടുത്ത് വരാനുണ്ട്, അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയി പറയാം. ഇനി വേറെ എന്താണ്, റെഗുലർ പാച്ച് അപ്ഡേറ്റ്സ് അല്ലെ. റെഗുലർ ആയിട്ട് പാച്ച് അപ്ഡേറ്റുകൾ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ കീപ്പിംഗ് ദ OS അപ് ടു ഡേറ്റ്, എപ്പോഴും നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ് ടു ഡേറ്റ് ആയിട്ട്, വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണമെന്നാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പാച്ചുകൾ ഉണ്ടാവും, ഒരുപാട് ഓട്ടകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഓട്ടകൾ വഴി എന്ത് ചെയ്യും, ഹാക്കർമാര് അപ്പൊ എവിടെയാണോ പഴുതുള്ളത് ആ പഴുത് ഉപയോഗിച്ച് ഹാക്കർമാർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ പാച്ചുകൾ കമ്പനി കണ്ടെത്തുമ്പോഴാണ് അവര് സിസ്റ്റം അപ്ഡേറ്റ് എന്ത് ചെയ്യുന്നത് കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഫീച്ചർ മാത്രം കൊണ്ടുവരാൻ അല്ല നമ്മുടെ കമ്പ്യൂട്ടറിലും മൊബൈലിലൊക്കെ അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്, മറിച്ച് ഈ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും നമുക്കറിയാത്ത ഒരുപാട് പാച്ചുകൾ ഉണ്ടാവും. അത് പിന്നീടാണ് നമ്മൾ അഥവാ ഓരോരുത്തരും ഇങ്ങനെ യൂസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ആ പാച്ചുകളൊക്കെ കണ്ടെത്തുക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അവിടെ പാച്ച് വർക്കുകൾ നടത്തും. അപ്പൊ നമ്മൾ നോർമലി ഇപ്പൊ ഒരു വീട് ഉണ്ടായി കഴിഞ്ഞാല് നമ്മളെല്ലാം അല്ല നമ്മള് ഹോൾ അതിനായിട്ട് ഇടുന്നതല്ലോ. നോർമലി ഇപ്പൊ ഒരു വീട് ഉണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി പാച്ച് വരുന്നതാണ് അല്ലെ. അല്ല നമ്മൾ പാച്ച് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കണമല്ലോ. ആ പാച്ച് എന്ത് ചെയ്യും, കാണുന്ന സമയത്ത് നമ്മൾ അടക്കും. അപ്പൊ അതേപോലെ തന്നെയാണ് ഒരു ആപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പാച്ച് വന്നിട്ടുണ്ടാവും. ആ പാച്ച് കണ്ടെത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അടക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ പാച്ചുകൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഇങ്ങനെ ഇത് അടക്കാൻ വേണ്ടിയാണ് ഈ അപ്ഡേറ്റുകൾ എന്ത് ചെയ്യാറുള്ളത്, കൊണ്ടുവരാറുള്ളത്. അപ്പൊ ആ അപ്ഡേറ്റുകൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, നടത്തണം. അപ്പൊ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ പാച്ച് വഴി നമ്മുടെ ഡാറ്റ ലീക്ക് ആയി പോവാനും സാധ്യതയുണ്ട്. പിന്നെ ലോഗിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഡാറ്റകൾക്കും കൃത്യമായ ഒരു ലോഗ് ബുക്ക് എന്ത് ചെയ്യും നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അഥവാ ആരെല്ലാം എന്തെല്ലാം ഏതെല്ലാം സമയത്ത് ചെയ്തുള്ള ഒരു കൃത്യമായ ഒരു ലോഗ് ബുക്ക്, ഒരു റെക്കോർഡ് ബുക്ക് എന്ത് ചെയ്യുന്നത് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ലോഗിങ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ റിസോഴ്സ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, ടു പ്രിവെന്റ് ഡോസ് ഡിനയൽ ഓഫ് സർവീസ് അല്ലെ. ഇത്തരം അറ്റാക്കുകളിൽ നിന്ന് തടയാൻ വേണ്ടി നമ്മൾ റിസോഴ്സ് ലിമിറ്റ് എന്നൊരു ഫീച്ചർ ഉപയോഗിക്കാറുള്ളത്. റിസോഴ്സ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയി മനസ്സിലാക്കുക, ഫോട്ടോഷോപ്പ് നൽകുക.
ഫോട്ടോഷോപ്പ് എന്ന ആപ്പിന് ഒരു 128 GB സ്റ്റോറേജ് ആണ് അത് റൺ ചെയ്യാൻ ആവശ്യമുള്ളത് അല്ലെ. ഫോട്ടോഷോപ്പ് എന്ന ആപ്പിന് ഒരു 128 GB സ്റ്റോറേജ് വേണം ആ ആപ്പ് നമ്മളെ കമ്പ്യൂട്ടറിൽ റൺ ആവാൻ. അപ്പൊ ഫോട്ടോഷോപ്പ് എന്ത് ചെയ്യാണ് 500 GB സ്റ്റോറേജ് ആവശ്യമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ വരേണ്ട ഒരു കേസ് ഉണ്ടാവില്ല. കാരണം ഓരോ ആപ്പിനും റൺ ചെയ്യേണ്ടതായ ഒരു സ്റ്റോറേജ് ലിമിറ്റ് ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് അതിന് ആവശ്യം ഉണ്ടാവില്ല. അതിനപ്പുറത്ത് ആവശ്യം ഉണ്ടെങ്കിൽ അതിലെന്തോ പ്രശ്നം ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ. അപ്പൊ ഫോട്ടോഷോപ്പ് എന്നുള്ള ആപ്പിന് 128 GB സ്റ്റോറേജ് ആണ് ആവശ്യമുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ 128 GB അതിന് ലിമിറ്റ് ചെയ്യും. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിന് പോകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ലിമിറ്റ് ചെയ്യും. അങ്ങനെ ലിമിറ്റ് ചെയ്യുന്നതിന്റെ ഗുണം എന്താ വെച്ചാല് ഇൻ കേസ് ഒരു ഹാക്കർ ഫോട്ടോഷോപ്പിനുള്ളിൽ കയറി എന്ത് ചെയ്യാണ് ഡിനയൽ ഓഫ് സർവീസ് നമ്മളെ മൊത്തം സെർവറിനെ ലോഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അയാൾ എന്ത് ചെയ്യും ഒരുപാട് ഡാറ്റ അടിച്ചു കയറ്റുമല്ലോ. അപ്പൊ 128 GB വരെ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഡാറ്റ അടിച്ചു കയറ്റാൻ കഴിയുള്ളൂ. അയാൾക്ക് 500 GB യിലേക്ക് എത്താൻ കഴിയില്ല. കാരണം നോർമലി ഒരു ഫോട്ടോഷോപ്പിന് ഉപയോഗിക്കാൻ 128 GB മതി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ 128 GB ലിമിറ്റ് ചെയ്തു. അപ്പൊ 128 GBക്ക് അപ്പുറത്ത് ഈ ഫോട്ടോഷോപ്പിലേക്ക് ഡാറ്റ വരുമ്പോൾ എന്ത് ചെയ്യും, നോർമലി നമ്മളെ കമ്പ്യൂട്ടർ അതിനെ പ്രിവെന്റ് ചെയ്യും. കാരണം ഫോട്ടോഷോപ്പിൽ നമ്മൾ 128 GB എന്ത് ചെയ്തിട്ടുണ്ട്, റിസോഴ്സ് ലിമിറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതിന് പോകാൻ കഴിയില്ല. അപ്പൊ ഈ ഡിനയൽ ഓഫ് സർവീസ് നടക്കൂല. ഈ ഡിനയൽ ഓഫ് സർവീസ് എവിടെ നടക്കല്, നമ്മൾ എപ്പോഴും ഓപ്പൺ ആയി കൊടുക്കുമ്പോഴാണ് അല്ലെ. നമ്മൾ ഫോട്ടോഷോപ്പിന് വേണ്ട അത്ര ഉപയോഗിച്ചോട്ടെ, പിന്നെ മൈക്രോസോഫ്റ്റിന് വേണമെങ്കിൽ വേണ്ട അത്ര ഉപയോഗിച്ചോട്ടെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഓപ്പൺ ആയി കൊടുക്കും എല്ലാ ആപ്പിനും. അപ്പോഴാണ് എന്ത് ചെയ്യുക ഈ ഡിനയൽ സർവീസ് നടക്കുക. ഡിനയൽ സർവീസ് എന്ത് ചെയ്യും, ഫ്ലഡ് ചെയ്യണമെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിന് എത്ര സ്റ്റോറേജ് ഉണ്ടോ ആ സ്റ്റോറേജ് മൊത്തം എന്ത് ചെയ്യും സ്പ്രെഡ് ആവുന്നതാണ്. മറ്റേത് നമ്മൾ എന്ത് ചെയ്യണം ഓരോ ആപ്പിനും അവർക്ക് വേണ്ട സ്റ്റോറേജ് മാത്രമാണ് ലിമിറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ സ്റ്റോറേജ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ അതിനെ പ്രിവെന്റ് ചെയ്യും. കാരണം അതിന്റെ കപ്പാസിറ്റി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള ഡിനയൽ ഓഫ് സർവീസ് പോലത്തെ അറ്റാക്കുകളെ പ്രിവെന്റ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റിസോഴ്സ് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ നോർമലി ഇത്തരത്തിലുള്ള OS സെക്യൂരിറ്റികൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ ചില ഉദാഹരണങ്ങൾ. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണല്ലോ. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള കോൺസെപ്റ്റുകൾ ക്ലിയർ ആകണമെങ്കിൽ ഒന്നുകൂടിയും എന്ത് ചെയ്യുക, ഒന്ന് ബാക്കൗട്ട് അടിച്ചിട്ട് കേട്ട് നോക്കുക, മനസ്സിലാകും. അപ്പോ കാരണം ഇത് ഒറ്റയടിക്ക് ഇത് തലയിൽ കയറുന്ന ഒരു നിർബന്ധമുള്ള കാര്യമല്ല. കാരണം നിങ്ങൾ പലതും പുതുതായി കേൾക്കുന്ന പല കോൺസെപ്റ്റുകളായിരിക്കും. അപ്പൊ എന്തായാലും എന്ത് ചെയ്യുക മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഒന്നും കൂടി കേട്ട് നോക്കുക.